Lord, I love you. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഗോസ്പൽ ടി വി UP എന്ന ഈ ചാനലിനോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. മാർക്കറ്റ് ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ക്രിസ്തീയ സഭകളോ നാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് പാസ്റ്റർ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Thank you, sister. Thank you. Hallelujah. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ദൈവത്തിന്റെ വലിയ ദയയാൽ വീണ്ടും നമുക്ക് ഉന്നതനായ ദൈവത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കുവാൻ ദൈവം സമയത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ചിന്തകൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്റെ ഹൃദയത്തിൽ വരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് ഓരോ വ്യക്തികളും പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തു മുഖാന്തരം അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ ക്രിസ്തുവിലൂടെ വീണ്ടും അങ്ങിലേക്ക് തിരിച്ചെടുക്കുകയും ക്രിസ്തുവിൽ സൂക്ഷിച്ചു വളർത്തിയെടുത്ത് അങ്ങയുടെ മാറണിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാക്കി തീർക്കുന്ന ആ മഹാപദ്ധതിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുകയാണ്. നല്ല പിതാവേ, ഈ ദുഷ്ടൻ വാഴുന്ന ഈ മണ്ഡലത്തിൽ അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ ആത്മാവിലൂടെ പ്രാപിച്ച് അത് ഞങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ഡിസ്പ്ലേകളായി ചെയ്തെടുത്ത് അങ്ങയുടെ പ്രകാശമായി മാറി, അങ്ങേക്ക് അഭിമാനമായി മാറി, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ പറയണമേ. അത് സ്വയം ഒന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പ്രതിയിലുള്ള എല്ലാ മക്കളെയും ഇപ്പോഴും തുറന്ന് ശ്രമിക്കാൻ പോകുന്ന ഏവരും അങ്ങയുടെ ഈ സാന്നിധ്യവും അങ്ങയുടെ ഈ ജീവനും തിരിച്ചറിയുവാൻ, അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുവാൻ, ക്രിസ്തുവാനത്തിലോളം വളരുവാൻ, അങ്ങനെ എത്തിച്ചേരുവാൻ എല്ലാം അങ്ങ് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റേതായ തന്ത്രങ്ങളിൽ വീണ് നശിച്ചു പോകാതെ നമ്മൾ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. അതല്ല, ഇങ്ങനെ ക്രിസ്തു ജീവിപ്പാൻ, ക്രിസ്തുവിൽ അങ്ങ് ജീവിക്കുന്നത് പോലെ ഇങ്ങനെ ക്രിസ്തുവിലുള്ള എന്നിലൂടെ അങ്ങ് ഭൂമിയിൽ വെളിപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല പിതാവേ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദാസിക്കും മറ്റുള്ള വ്യക്തികൾക്കുമായി സ്തോത്രം ചെയ്യണം. അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഞാൻ അങ്ങയുടേതല്ലോ, നയിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ നാം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, പ്രിയ സഹോദരി പറഞ്ഞതുപോലെ 4 എപ്പിസോഡായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആ വിഷയം തൽക്കാലത്തേക്ക് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് പുതിയ വിഷയമാണ്. പുതിയ വിഷയത്തിന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സഭകളിലെ ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച അവസാനിപ്പിക്കാൻ ദൈവമക്കൾ ദൈവസ്നേഹത്തിൽ ഒന്നിക്കുക. സഭയിലെ ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച അവസാനിപ്പിക്കാൻ ദൈവമക്കൾ ദൈവസ്നേഹത്തിൽ ഒന്നിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സഭകളിൽ ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച നടക്കുകയാണ്. പക്ഷെ ജനങ്ങൾ ഇല്ല ഈ ഒരു സംഭവം നടക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നാം എപ്പോഴും ദൈവത്തിന് ട്യൂൺ ചെയ്തിരിക്കേണ്ടവരാണ്. ദൈവാത്മാവാൽ ലോ ഓഫ് ദ സ്പിരിറ്റ് നടത്തപ്പെടേണ്ടവരാണ്. പക്ഷെ അതൊന്നും സഭകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ, ഒന്നും ചിന്തിക്കരുത്. എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എൻ്റേതല്ല, അത് ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ സന്ദേശം ക്രിസ്തു പറയുന്നു അത് എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ
ദൈവപിതാവിന്റെ ഹൃദയത്തിലെ ചിന്തകൾ ക്രിസ്തു അറിയിച്ചു. ഇന്ന് ക്രിസ്തുവിലുള്ള ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്റെ ലക്ഷ്യം നിങ്ങളെ ഞാൻ ജനിച്ചു വളർന്ന കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുപോകാനല്ല, തുടർന്ന് ഞാൻ എത്തപ്പെട്ട പെന്തക്കോസ്റ്റ് ബ്രദറൻ സഭകളിലേക്ക് കൊണ്ടുപോകാനല്ല, കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോകാനല്ല. ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങളെ നിങ്ങളുടെ ഉടമസ്ഥനായ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനത്തിൽ എത്തിപ്പാൻ ഒരു സഹായഹസ്തമായി മാത്രം നിങ്ങൾ എന്നെ കണ്ടാൽ മതി. നിങ്ങളോട് പിരിവ് ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കത്തില്ല. പകരം യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ ആ ക്രിസ്തുവിലുള്ള ഞാൻ നിങ്ങൾക്ക് ആ പിതാവിനെ വെളിപ്പെടുത്തരികയാണ്. ആ പിതാവിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരിക. അങ്ങനെ ആ പിതാവിലെത്തുവാൻ നിങ്ങളെ സഹായിക്കുക. ഞാനൊരു ഗ്രൂപ്പുകാരനുമല്ല, ഈ ഭൂമിയിലെ ഒരു ഗ്രൂപ്പുകാരനുമല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ക്രിസ്തുവാൽ നിയമിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആണ്. ദൈവരാജ്യത്തിന്റെ ഇഷ്ടങ്ങൾ ദൈവജനത്തെ അറിയിച്ച് അവരെ ആ ഇഷ്ടത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അംബാസിഡേഴ്സ് ചെയ്യുന്നത്, ദൈവരാജ്യത്തിന്റെ അംബാസിഡേഴ്സ് ചെയ്യുന്നത്. അതാണ് നിങ്ങളിൽ ചെയ്തു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനെ എതിർക്കുന്ന ധാരാളം പേരുണ്ടാകും. അത് മരണം വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. യേശു ക്രിസ്തുവിനെ എതിർത്തവര് ധാരാളം ഉണ്ടായിരുന്നു. പുറമെയുള്ളവരല്ല യേശുവിനെ എതിർത്തത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പച്ച മരത്തോടെ ഇങ്ങനെ ഉണങ്ങിയതിലൂടെ എത്ര അറിയും. അപ്പോ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവവൈദങ്ങളും ദൈവദാസന്മാരും മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിന് സാക്ഷി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപദ്രവം ഉണ്ടാവും. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരും ഇതിന് തളർന്നു പോകരുത്. യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്കുകൾ ഇന്ന് സഭകളൊന്നും പ്രസംഗിക്കുന്നില്ല. യേശുക്രിസ്തു ഇങ്ങനെ പറയുണ്ടായി, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അല്ല, ഇത് ഞാൻ ഒരു പള്ളിയിലും പ്രസംഗിച്ച് കേട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാൻ സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തക്ക് വിപരീതമായ ക്രിസ്തു പറയുന്നത്, സമാധാനമല്ല, വാളത്രേ വരുത്തുവാനാ വന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ അപ്പൻ മകനോട്, മകൻ അപ്പനോട്, അമ്മായിയും മരുമകളോട് ഒക്കെ ചിദ്രിച്ചിരിക്കും. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളായിരിക്കും. സഭയിലുള്ളവർ പരസ്പര ശത്രുക്കളായി മാറും. അവർ നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ഇതൊക്കെ ദൈവരാജ്യ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രസംഗിച്ച അതേ സന്ദേശം നിങ്ങൾ അറിയിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിന്റെ ഉപദേശം അറിയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകും. ഇതിലൊന്നും തളർന്നു പോകരുത്. പിന്നെ പലപ്പോഴും നമുക്ക് പലർക്കും ഇതൊന്നും ഉണ്ടാകാത്തതിന്റെ കാരണം നമ്മൾ ഈ സുവിശേഷവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ ക്രിസ്തുവിന്റെ പേരിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അധികവും. എല്ലാവരും അല്ല, അധികവും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത് ലൂക്കോസ് 6 നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും, അതായത് യേശുവായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പൊ യേശുക്രിസ്തു പറയുന്നതിന് പുല്ലുവല, പക്ഷെ പേരിൽ ഞാൻ ക്രിസ്ത്യാനിയാ, യേശുവിന്റെ ആളാ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ട സഭകളിലുണ്ട്. എന്നാൽ വളരെ ആത്മാർത്ഥതയോടെ കർത്താവിനെ അനുസരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കൊച്ചു കൂട്ടവും. പക്ഷെ അവർക്ക് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അത് ചെയ്തെടുക്കുവാൻ വളരെ പ്രയാസവുമാണ്. കാരണം അതിന്റെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ കൂടെയുള്ളവർ അവരെ പിന്നിലോട്ട് വലിക്കും. എക്സാമ്പിൾ, ലോത്ത് ഒരു സ്റ്റെപ്പ് എടുക്കുന്നു, പക്ഷെ ലോത്തിന്റെ ഭാര്യ ലോത്തിനെ പിന്നിലോട്ട് വലിക്കുന്നു. ഇതേപോലെ പിൻപിലേക്ക് വലിക്കാൻ ധാരാളം ആളുകളുണ്ട്. അപ്പോ എന്റെ പ്രിയ സഹോദരൻ, അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുക. കൽപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലോട്ട് തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സഭയ്ക്ക്, കൊയർ ഗ്രൂപ്പിന്, മറ്റുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ കൊള്ളാം, പക്ഷെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല.
അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അപ്പൊ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന വിഷയങ്ങൾ ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച സഭകൾ. ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച എന്ന് പറയുന്നത് പിശാച് സഭകളെ കീഴടക്കുകയാണ്. പക്ഷെ സഭകൾ ഇത് അറിയുന്നില്ല. നല്ലൊരു പങ്ക് സഭകൾ ഇതുപോലെയാണ്. വളരെ കുറച്ച് സഭകൾ മാത്രം, പ്രത്യേകിച്ച് ആ സഭയെ നയിക്കുന്ന ഇടയൻ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തിൽ എന്ത് വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറുള്ള വ്യക്തിത്വമാണെങ്കിൽ അങ്ങനെയുള്ള സഭയിലെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അല്ല എങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ കുരുടനെ വഴി നിർത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഈ അന്ത്യനാളുകളിൽ പ്രത്യേകിച്ച് സാത്താൻ അവന്റെ ഹെഡ്ഷിപ്പിലേക്ക് സാത്താന്റെ സിസ്റ്ററിന്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹെഡ്ഷിപ്പിലേക്ക് ഓടിച്ചെല്ലേണ്ടതാണ്. അതിനു മുമ്പ് എങ്കിലേ ജയം പ്രാപിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ക്രിസ്തുവിലുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. മലയാളം ബൈബിൾ കറക്റ്റ് അല്ലെങ്കിലും ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തു വസിക്കുന്നു. അത് ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നുമല്ല, ഗോഡ് ഹെഡ് പൂർണ്ണമായും ക്രിസ്തു വസിക്കുന്നു എന്നാണ്. അതായത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ, പൂർണ്ണമായും ബോഡി രൂപത്തിൽ ക്രിസ്തു വസിക്കുന്നു. ആ ഒരു ഓപ്പറേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു അതിനെ തലയോളം വളരണം. അവിടെയാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. അതിനെയാണ് 3-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ തെറ്റിദ്ധരിച്ച് ഒരു ത്രിയേക ദൈവത്തേക്ക് ഉണ്ടാക്കി വെച്ചത്. യഥാർത്ഥത്തിൽ അത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ആണ്. ക്രിസ്തുവിലുള്ള ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ആണ്. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. അതാണ്ട് സ്വർഗസ്ഥ പിതാവിന് പ്രവർത്തിക്കാൻ ക്രിസ്തുവിന്റെ ആവശ്യമൊന്നുമില്ല. സ്വർഗസ്ഥ പിതാവ് ഏകനായി മഹാത്ഭുതം ചെയ്യുന്ന വ്യക്തിത്വമാണ്. സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനാൽ സകലതും ചെയ്യും. താൻ മാത്രം അമർത്യതയുള്ളതാണ്. ധന്യനായ ഏകാധിപതിയാണ്. ഞാൻ എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും, ആര് തടുക്കും എന്നാണ് സ്വർഗസ്ഥ പിതാവിന്റെ ആ ചിന്താതലം. ആദ്യം തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ ക്രിസ്തു അങ്ങനെയല്ല, ആശ്രയിച്ച് ജീവിക്കുന്ന പുത്രനാണ്. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ആ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. അതായത് ദൈവം തന്റെ ആത്മാവിനാൽ നടത്തുന്നു. ഇതാണ് എസെക്കിയേൽ 36:27 ഒരു പ്രവചനമാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നമ്മളെ ദൈവപുത്രന്മാരെ യേശുവിനെ പോലെയാകാൻ മുൻ നിയമിക്കപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിനെ പോലെ ആ ഒരു ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ നടക്കുന്നില്ല എങ്കിൽ ഈ ഒഴുക്കിൽ നാം ഒഴുകി. അതൊരു വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നവരാണ്. അതാണ് ഈ ത്രിയേക പ്രവർത്തനം എന്ന് പറയുന്നത്. ത്രിയേക ദൈവം ബൈബിളിലില്ല, എന്നാൽ ഏക ദൈവത്തിന്റെ ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവർത്തനമുണ്ട്. ആ ക്രിസ്തുവെ പോലെ ആകാനാണ് നമ്മളെയും വിളിച്ചത്. അതുകൊണ്ട് അതേ പ്രവർത്തനം, ത്രിയേക പ്രവർത്തനം, അതായത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ എന്നാണ് അതിന്റെ ബൈബിളിലെ പേര്, അത് നമ്മളിൽ ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഒഴുകി പോകാനായിട്ട് ഇടയാകും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വിശുദ്ധ ബൈബിളിലെ വചനം നോക്കി ഉറപ്പിക്കാം. നിങ്ങളുടെ പാരമ്പര്യം നോക്കി ഉറപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് പാരമ്പര്യമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പാരമ്പര്യം 2000 വർഷം മുമ്പുള്ള ആ പാരമ്പര്യം, ക്രിസ്തുവിലുള്ള ആ വചനത്തിന്റെ പാരമ്പര്യം, വചനം നോക്കി കാര്യങ്ങൾ ഉറപ്പിക്കാൻ എല്ലാ ദൈവദാസന്മാരോടും ഉറപ്പിക്കുക. എനിക്ക് കർത്താവ് തന്ന താലന്തുകൾ എന്ന് പറയുന്നത് ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ദൈവദാസന്മാർ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. അപ്പൊ ഈ കുറെ കലഹങ്ങൾ ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് പോയി ജനങ്ങൾ ദൈവദാസന്മാരോട് സംശയം ചോദിക്കും. അപ്പോൾ പലപ്പോഴും ഈഗോ വർക്ക് ചെയ്യും. ഞങ്ങൾ പഠിപ്പിക്കാത്തതാണോ ഷാജി പഠിപ്പിച്ച്, ഈഗോ വർക്ക് ചെയ്തിട്ട് ഉടനെ ദുരുപദേശം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ബഹളമായിരിക്കും. എന്റെ മക്കളെ, നമ്മൾ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. സത്യം ഒരിക്കലും മരിക്കില്ല. സത്യം എന്നും സത്യം തന്നെ, അത് മരിക്കത്തില്ല. സത്യത്തോട് കൂടെ നിൽക്കുക. യേശുക്രിസ്തു വന്ന സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്. അതുകൊണ്ട് നമുക്കും സത്യത്തിന് സാക്ഷി നിൽക്കാം. ദൈവദാസന്മാരെ നിങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. വിശുദ്ധ വേദപുസ്തകം നോക്കി ബൈബിളുള്ളവരെ പോലെ ഇത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ പരിശോധിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ബൈബിൾ വചനപ്രകാരം, നിങ്ങൾ പഠിച്ചതും പാരമ്പര്യ പ്രകാരമല്ല, വചനപ്രകാരം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലെങ്കിൽ എന്നെ തിരുത്താൻ, ഞാൻ തിരുത്തപ്പെടാൻ എപ്പോഴും തയ്യാറാണ്. ഹല്ലേലൂയ.
ഞാൻ എന്റെ പാരമ്പര്യമോ ഇത്ര വർഷത്തെ 50 വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട്, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, ഇതൊന്നും പറയത്തില്ല. വചനം പറയുന്നോ ആസ് ഇറ്റ് ഈസ് അനുസരിക്കാം. അതായത് ലക്ഷ്യം അനുസരിച്ച് വേണം വചനം എടുക്കാൻ, അല്ലാണ്ട് പാരമ്പര്യം അനുസരിച്ചല്ല വചനം എടുക്കേണ്ടത്. നമുക്ക് ദൈവം വെച്ച ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ആ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് വചനം എടുക്കുക. ഫലം നോക്കി വേണം വിഷയത്തെ നമ്മൾ തിരിച്ചറിയാനായിട്ട്. അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, നന്നായി ഇത് പഠിക്കുവാനായിട്ട് ഇടയാകണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. നാം ചതിക്കപ്പെടരുത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് എന്താണ് ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഭവം? ക്രൈസ്റ്റ് നമുക്കറിയാം അല്ലെ, ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. അനാദിയിലേ ഉള്ളവനാണ്. നമുക്ക് തിരിക്കാൻ കഴിയും. വിശുദ്ധ ബൈബിളിലെ സമയത്ത് തിരിക്കുന്നത് ആദി സമയം, അനാദി, ആദി സമയം. നാം ഇപ്പൊ ജീവിക്കുന്ന സമയത്തിലാണ്. ദൈവം സകലം സൃഷ്ടിച്ചത് ആദിയിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ആദ്യമാണ് അനാദി. ലോകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമയമാണ് അനാദി. അപ്പോ ആ സമയത്താണ് വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്റെ കയ്യിൽ ഞാൻ ഒന്നും ഇടുന്നില്ല, വിശുദ്ധ ബൈബിൾ പറയുന്നു ക്രിസ്തുവിന്റെ ജനനം. യേശുവിന്റെ അല്ല, ക്രിസ്തുവിന്റെ ജനനം. അപ്പോ ആ ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് ക്രിസ്തു മുഖാന്തരം ദൈവം, അതായത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം സകലത്തെയും സൃഷ്ടിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ പേരാണ് ദൈവവചനം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കാരണം ആദിക്ക് മുമ്പാണ് ക്രിസ്തുവിന്റെ ജനനം. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഒന്ന് ആരംഭിക്കാം. ദൈവം സകലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തനിക്കൊരു മുഖാന്തരത്തെ ഉളവാക്കുകയായിരുന്നു ആദ്യം സൃഷ്ടിപ്പനായി. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ 15-ാം വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഇത് യേശുവിനെ കുറിച്ചല്ല പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കറക്റ്റായിട്ട് ദൈവദാസന്മാർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ, അതായത് ക്രിസ്തു, അദൃശ്യനായ ദൈവത്തിന്റെ, കാണാൻ കഴിയാത്ത ആത്മാവാകുന്ന ദൈവത്തിന്റെ പ്രതിമ, മീൻസ് ഇമേജ്. സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാവുന്നു. എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ ആദ്യമായി ജനിച്ചവനുമാകുന്നു. ശ്രദ്ധിക്കുക, ഇത് പലപ്പോഴും നമ്മൾ പാരമ്പര്യം പഠിച്ചതുമായിട്ട് ഇതിനെ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഇവിടെ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ചിന്ത കൊണ്ട് ഷാജി ജോസഫ് പറഞ്ഞു യേശുവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ബൈബിളിൽ ഉള്ളതാ വായിച്ച്. ഞാൻ ഒരിക്കലും യേശു സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാറില്ല. പകരം ഞാൻ പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ ജനിച്ചു. സൃഷ്ടിയെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവൻ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ്. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ, ആദ്യം ജനിച്ചതാണ്. എന്റെ കയ്യിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. വിശുദ്ധ ബൈബിളിലെ വചനം വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിക്കുക. ഓക്കെ, ഇനി ഈ ക്രിസ്തുവിന്റെ പേരാണ്, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ വ്യക്തിയുടെ പേരാണ്, ദൈവത്തിന്റെ സകല വചനവും കൈകാര്യം ചെയ്യുന്ന ഈ വ്യക്തിയുടെ പേരാണ് റെവലേഷൻ 19:13 പറയുന്ന ഒരു കാര്യം. ഈ വ്യക്തിയുടെ പേരാണ് ദൈവവചനം. ശ്രദ്ധയോടെ മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ പേരാണ് ദൈവവചനം. ഈ വചനമാണ് മുഖാന്തരം. ശ്രദ്ധിക്കുക, കാരണഭൂതൻ മുഖാന്തരം എന്ന പോയിന്റിലേക്ക് വരാൻ പോവാണ് നമ്മള്.
എങ്കിലേ ഈ ആന്റിക്രൈസ്റ്റിന്റെ സംഭവങ്ങൾ മനസ്സിലാവും, വീണ്ടും ജനനം മനസ്സിലാവും. ഹല്ലേലൂയ. വായിച്ചാട്ടെ 19:13. വെളിപ്പാട് 19:13. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. മനസ്സിലായി? ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചായി പറയുന്നത്. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്നു പേരാകുന്നു. അപ്പോ നിങ്ങൾ ആദ്യം പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദൈവവചനം മുഖാന്തരമാണ്. ഇനി ഈ ദൈവവചനം മുഖാന്തരമാണ് സകലത് സൃഷ്ടിക്കാൻ പോകുന്നേ. ഈ ദൈവവചനം മുഖാന്തരമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ പോകുന്നേ. അപ്പൊ ദൈവം സകലത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് വന്നു. എന്തിനാണ്? സകലത് സൃഷ്ടിക്കാനും പരിപാലിക്കാനും വേണ്ടി. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ ഒരു നിഴല് മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട്. നിങ്ങൾക്കറിയാലോ, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോയുള്ളൂ. ആ മനുഷ്യനാണ് ആദം. ആദത്തിന്റെ ഉള്ളിൽ സകല മനുഷ്യരും ഉണ്ടായിരുന്നു. സകലരെയും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു. പക്ഷെ ആദ്യത്തെ ദൈവം സ്പ്ലിറ്റ് ചെയ്തു. അറിയോ നിങ്ങൾ? പ്രസവിക്കാതെ ജനിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദ്യമായിട്ട് എഴുതിയിട്ടു. ശ്രദ്ധിച്ചേ, അങ്ങനെ മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദൈവം ഒരു മുഖാന്തരം ഉണ്ടാക്കി. അതാണ് ഹൗവ. ആദം കാരണഭൂതൻ മാനവകുലത്തിൽ, ഹൗവ മുഖാന്തരം. പിടുത്തം കിട്ടിയോ? ഇത് ദൈവ കുടുംബത്തിൽ ദൈവം ആദ്യം ചെയ്ത പദ്ധതിയുടെ ഒരു നിഴലാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ദൈവം തന്റെ സകല പ്രവൃത്തികൾക്കും മുമ്പേ, എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടത്തി. തന്നിൽ നിന്ന് തന്നെ താൻ തന്റെ പുത്രനെ ക്രിസ്തുവെ ജനിപ്പിച്ചു. ഇതാണ് 2-ാം സങ്കീർത്തനം പറയുന്നത്, നീ എന്റെ പുത്രൻ. 2:7 ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ജനിപ്പിച്ചതിൽ നിന്റെ പങ്കൊന്നുമില്ല, ഞാനാണ് നിന്നെ ജനിപ്പിച്ചത്. അത് മുഖാന്തരം. അങ്ങനെ കാരണഭൂതനും മുഖാന്തരവുമായി. ഇത് ഒരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ദൈവ കുടുംബത്തിൽ കാരണഭൂതനുമുണ്ട്, മുഖാന്തരമുണ്ട്. കാരണഭൂതനാണ് അത്യുന്നതനായ ദൈവം, സ്വർഗസ്ഥ പിതാവ്. മുഖാന്തരമാണ് വചനം, അതാണ് ദൈവപുത്രനായ ക്രിസ്തു. മുഖാന്തരമാണ്. രണ്ടുപേരും ഗോഡ് ക്ലാസ് ആണ്. ഇതാണ് വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ 1:1-2-3 പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അനാദിയിലല്ല, ആദിയിൽ, തുടക്കത്തിൽ, സൃഷ്ടിപ്പിന്റെ സർവ്വ സൃഷ്ടിക്ക് മുമ്പേ ജനിപ്പിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തു വചനമാണ്. എപ്പോഴേ ഉണ്ട്? ആദിയിലുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം പിതാവായ ദൈവത്തോട് കൂടെ, പിതാവായ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൂട്ടിച്ചേർത്താട്ടോ, സ്വർഗസ്ഥനായ പിതാവോട് കൂടെ ആയിരുന്നു. വചനം ക്രിസ്തു ദൈവമായിരുന്നു. അത്യുന്നതനായ പിതാവല്ല, ദൈവപുത്രൻ ദൈവമായിരുന്നു. അത്യുന്നതനായ ദൈവം സകലതും ക്രിസ്തു മുഖാന്തരം, വചനം മുഖാന്തരം ഉളവാക്കി. കണ്ടോ? മുഖാന്തരം മനസ്സിലായോ? മുഖാന്തരത്തെ കൂടാതെ, അതായത് ക്രിസ്തുവെ കൂടാതെ, വചനത്തെ കൂടാതെ ഒന്നും ഉളവാക്കിയിട്ടില്ല. ഇനി മറ്റുള്ള വചനം ഇതിനെ ചൂടിച്ചേർക്കാം. സകലതും അവൻ മുഖാന്തരം ഉളവാക്കി, സകലതും അവനായിട്ട് ഉളവാക്കി. ഇനി ഹെബ്രായലേഖനം കൂട്ടിച്ചേർക്കാം. അവൻ മുഖാന്തരം ഉളവാക്കി, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അത് ചെയ്യുക. അപ്പൊ ഉണ്ടാക്കിയ അത്യുന്നതനായ ദൈവം ഉടമസ്ഥനാണ്. മുഖാന്തരമായ ക്രിസ്തു ഉടമസ്ഥനല്ല, അവകാശിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നത്, കാരണം പണ്ടുണ്ടാക്കി വെച്ചൊക്കെ പൊളിഞ്ഞ് താഴെ വീഴും. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല. വിശുദ്ധ ബൈബിളിലെ വചനമാ പറയുന്നേ. എബ്രായർ 1:2 പറയുന്നത് പുത്രൻ മുഖാന്തരം. യോഹന്നാൻ 1 പറഞ്ഞു
വചന മുഖാന്തര സകലത ഉളവാക്കി. എബ്രായർ 1:2 പറയുന്നു ആ വചനം വേറെ ആരുമല്ല, പുത്രനാണ്. പുത്രൻ മുഖാന്തര സകലത ഉളവാക്കി, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടില്ല. വചനത്തിലൂടെ നമുക്ക് പയ്യെ പോകാം, അതായിരിക്കും നല്ലത്. വചനത്തിലൂടെ ഉറപ്പിച്ചു പോകാം. ഓക്കെ, വായിച്ചാട്ടെ. യോഹന്നാൻ 1:1-2-3. നിങ്ങൾ കാരണഭൂതനും മുഖാന്തരത്തെയും വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി വരാൻ പോകുന്ന ആനിക്രൈസ്റ്റ് തട്ടിപ്പ് ഇതിലൂടെ നമുക്ക് പിടിക്കാൻ പറ്റും. അതിനാണ് ഇത് മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷം അല്ലേ? 1:2-3. സുവിശേഷം 1:1-2-3. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറയാണ്, മക്കളെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, തെറ്റിപ്പോകരുത്. തെറ്റിക്കുന്ന തലമ നമ്മള് 10,700 വർഷമായിട്ട് തെറ്റിക്കിടക്കുന്നവരെ കറക്റ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ടാൽ ഓളെ താഴെ കമന്റ് ഇടണം, എന്റെ കയ്യിൽ നിന്ന് ഇട്ടതാണെന്നത് ബൈബിളിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? വചനം ആരാണ്? ദൈവപുത്രനായ ക്രിസ്തുവാണ് വചനം. ക്രിസ്തുവിന്റെ ജനനം അനാദിയിലാണ്, ആദിക്ക് മുമ്പാണ്. കൊളോസിയർ 1:15 വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജും സർവ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്, ആദ്യം ജനിച്ചവനുമാണ്. ഇനി ആ ക്രിസ്തു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആരുടെ കൂടെ? സ്വർഗസ്ഥ പിതാവോട്, കാരണഭൂതനോട് കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. ക്രിസ്തു ദൈവം തന്നെ, യാതൊരു സംശയമില്ല. ഈ ആളുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഷ്ണം പീസൊക്കെ മുറിച്ച് എടുക്കുന്നു ഷാജി ജോസഫിനെ കുറിച്ച്. ശ്രദ്ധിച്ച് കേൾക്കുക, ക്രിസ്തു ദൈവം തന്നെയാ. പക്ഷെ ക്ലിയർകട്ട് അപ്പോഴും ഇപ്പോഴും അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, കാരണഭൂതനായ സ്വർഗസ്ഥ പിതാവല്ല. മുറിച്ചെടുത്ത് പബ്ലിഷ് ചെയ്തു, സത്യം എല്ലാവരും അറിയട്ടെ. ഹല്ലേലൂയ. ഇനി അവൻ ആദിയിൽ, ക്രിസ്തു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവോട്, കാരണഭൂതനോട് കൂടെ ആയിരുന്നു. ഒന്ന് പറയാണ്, സകലവും അവൻ മുഖാന്തരമുളവായി. സകലതും ക്രിസ്തു വചനം മുഖാന്തരം ഉളവായി. ഒന്ന് ആവർത്തിക്കാമോ? മുഖാന്തരം എന്ന്. കാരണം കാരണഭൂതനും മുഖാന്തരം എന്നുള്ള 2 സ്റ്റേം നിങ്ങൾ പഠിക്കണം. അല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, അല്ലാതെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ സകലത ഉണ്ടാക്കിയത് മുഖാന്തരത്തിലൂടെയാണ്. ദൈവം വെച്ച വ്യവസ്ഥയാണ് അത്. ദൈവത്തിന് പറ്റാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. പുത്രനെ ജനിപ്പിച്ചത് താൻ ജനിപ്പിക്കുക ഇത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അല്ലാണ്ട് നിന്നിലൂടെ നിന്നെ ജനിപ്പിച്ചു എന്നല്ല. പക്ഷെ അതിനുശേഷം ദൈവത്തിന്റെ ആഗ്രഹമാണ് സകലതും പുത്രൻ മുഖാന്തരം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, ബേസ് തെറ്റിയാൽ എല്ലാം ഇടിഞ്ഞു താഴെ പോകും. സകലവും പുത്രനായ ക്രിസ്തു മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ സൃഷ്ടിപ്പിൽ ആർക്ക് പങ്കുണ്ട്? ക്രിസ്തുവിന് പങ്കുണ്ട്, വചനത്തിന് പങ്കുണ്ട്. വചനം മുഖാന്തരമല്ല ഉളവാക്കി. ആരുളവാക്കി? കാരണഭൂതനായ സ്വർഗസ്ഥ പിതാവ് സകലതും സൃഷ്ടിച്ചത് വചനം മുഖാന്തരമാണ്. ഇനി വചനമാണ് ക്രിസ്തു എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. പുത്രൻ എന്ന് അറിയാനായിട്ട് ഹെബ്രായ ലേഖനം 1:2 വായിക്കുമ്പോൾ അവിടെ കാണാം, ഇവിടെ വചനം മുഖാന്തരം സകലതും ഉളവായി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു പുത്രൻ മുഖാന്തരം സകലതും ഉളവായി. അപ്പോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മളെ ഉറപ്പിക്കണം. ഈ വചനം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഉറപ്പിക്കണം. എങ്കിലും നമുക്ക് അടുത്ത പണിത് പോകാൻ പറ്റും. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 1:2 വായിച്ച സിസ്റ്ററെ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി.
അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്നു. അവൻ മുഖാന്തരം സകലത്തെ ഉളവാക്കി. ശരിയല്ലേ? യോഹന്നാൻ 1:2-3 മാച്ച് ചെയ്യുന്നില്ലേ? വചനം മുഖാന്തര സകലത്തെ ഉളവാക്കിയെന്ന് യോഹന്നാനിൽ പറയുമ്പോ എബ്രായലേഖനത്തിൽ പറയുന്നു പുത്രൻ മുഖാന്തര സകലത്തെയും ഉളവാക്കി. മനസ്സിലായോ? അപ്പൊ ഈ വചനം ആരാ? പുത്രനല്ലേ? ആ പുത്രന്റെ പേരാണ് ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും മനസ്സിലാകാത്ത പോലെ ഇരിക്കരുത്. പഴയത് പഠിക്കാൻ വേണ്ടി ഞാൻ ചെകിടനായിട്ട് ഇരിക്കരുത്. പഴയതിനെ വിടുക, ബൈബിളിലെ സത്യത്തെ എടുക്കുക. എന്നിട്ട് പറയാണ് ഈ പുത്രൻ ഉടമസ്ഥനല്ല, പുത്രനെ സകലത്തിലും ആരാക്കി വെച്ചു? അവകാശിയാക്കി വെച്ചു. ഇത് ഞാൻ കയ്യിൽ ഇട്ടതാണോ? ഞാൻ കയ്യിൽ നിന്നൊന്നും ഇട്ടില്ല, ബൈബിളിലെ വചനമായി പറയുന്നേ. അവകാശിയാക്കി വെച്ചു. ഇനി ദൈവത്തിന്റെ പദ്ധതി എന്റെ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയേ. ഈ അവകാശത്തിലേക്ക്, രണ്ട് ചെവി തുറന്നു കേക്ക്, ഈ അവകാശത്തിലേക്ക് കൂട്ടവകാശികളായി എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി. പുത്രൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അവകാശി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു മക്കളെങ്കിൽ നാം അവകാശികളാണ്. ആരുടെ അവകാശികൾ? പുത്രന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ അവകാശികൾ ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമാണ്. ഇതൊരു സഭകളും മിണ്ടുന്നില്ല. മിണ്ടണം. എന്തുകൊണ്ടാ മിണ്ടാൻ കഴിയാത്തെ? ആരെ കൊങ്ങക്കേറി പിടിച്ചേ? പഴയകാല ടീച്ചിങ് സഭകളിൽ ആന്റി ക്രൈസ്റ്റിന്റെ രാജവാഴ്ച സമൃദ്ധമായി ജയിച്ചിരിക്കുന്നത് കൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്. ബൈബിളിലെ ഈ സത്യം മിണ്ടാൻ പറ്റാത്തതിന്റെ കാരണം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ സന്ദേശം, ഉപദേശം മിണ്ടാൻ പറ്റാത്തതിന്റെ കാരണം സഭകളിൽ ആന്റി ക്രൈസ്റ്റ് രാജവാഴ്ച ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവജനം പേടിച്ചിരിക്കുകയാ. മാത്രമല്ല ദൈവജനം അതിനോട് നല്ലൊരു പങ്ക് അതിനോട് ചേരുകയാണ്. എന്റെ മക്കളെ, അതിനോട് ചേരരുത്. നമ്മുടെ ജീവിതം ഇവിടെ അല്പനേരമേ ഉള്ളൂ. ഈ ജീവിതം കുറച്ച് ശ്വാസങ്ങൾ മാത്രം നമുക്ക് തന്നിരിക്കുന്നു. കുറച്ച് ഔൺസ് ശ്വാസങ്ങളെ നമുക്കുള്ളൂ. ഇത് ഇപ്പോൾ തീരും. ഭയങ്കരമായ ഒരു കാര്യം നടക്കുന്നു എന്ന് പ്രവചിച്ച ജെറമ്യ പ്രവാചകനുണ്ട്. പഴയ ഉടമ്പടി കാലത്ത് ജെറമ്യ 5:30-31 എടുത്തു സിസ്റ്ററെ. 5:30-31. ജെറമ്യ 5:30-31. പഴയ ഉടമ്പടി കാലത്ത് ജനം ദൈവത്തെ വിട്ട് അന്യദേവന്മാരുടെ അടുക്കിലേക്ക് പോയി. ജെറമ്യ എന്ന പ്രവാചകൻ ഇവരോട് എന്ന കാര്യങ്ങൾ പറഞ്ഞു. ചെയ്യരുത്, ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവകോപം വരും. അവര് ഈ പുള്ളിയെ കളിയാക്കി, ഈ പുള്ളിയെ ആമത്തിലിട്ട് അടിച്ചു. അവസാനം ദൈവം എന്താ ചെയ്യുക? ഇപ്പൊ സത്യം പറയുന്നവനെ കളിയാക്കലും സത്യം പറയുന്നവനെ സോഷ്യൽ മീഡിയയിലിട്ട് അടിക്കലും ഒക്കെയാ. ദൈവം എന്താ ചെയ്യുക? ദൈവം ദൂരദേശത്തുനിന്ന് ഒരു ജാതിയെ, ബാബിലോൺ ജാതിയെ അവർ നേരെ അയച്ചു. അവരെ മൊത്തത്തിൽ തടവുകാരായി കൊണ്ടുപോയി. ഇസ്രായേലിന്റെ കാര്യമാ. അതിനു മുമ്പ് ജെറമ്യയിലൂടെ അദ്ദേഹം ജെറമ്യ പ്രവാചകനെ കുറിച്ച് പറയുന്ന വീപ്പിംഗ് പ്രോഫറ്റ് എന്ന വിലാപങ്ങൾ അദ്ദേഹത്തിന്റെ. ഈ ജനം അനുസരിക്കാതിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇവരുടെ പുറകെ നടക്കുക, ദൈവത്തെ അനുസരിക്കേ. ആ ജെറമ്യ 5:30-31 ഭാഗങ്ങൾ എഴുതിയിരിക്കുക. ദേശത്ത് വിസ്മയമായ കാര്യങ്ങൾ നടക്കുന്നു. കാരണം പുരോഹിതന്മാരും പ്രവാചകന്മാരും കൈകോർത്ത് പിടിച്ച് ദൈവത്തിനെതിരെ നിൽക്കുകയാണ്. ജനത്തിനത് പാൽപായസം പോലെ ഇഷ്ടവുമാണ്. വായിച്ചാട്ടെ 5:30-31. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം ചോദിക്കുകയാണ്. പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം ഒറ്റക്കെട്ട. ഞങ്ങളുടെ ഡിനോമിനേഷൻ പറഞ്ഞതുപോലെ, ഞങ്ങള് പറഞ്ഞതുപോലെ, ഞങ്ങളോ നിങ്ങളോ പറഞ്ഞതുപോലെ എല്ലാ എന്റെ ദൈവദാസന്മാരെ ദൈവം എന്ത് പറഞ്ഞു അതേപോലെ. ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. അക്ഷരത്തിന്റെ പുറകെ ഓടല്ലേ, ആത്മാവിന്റെ പുറകെ പോ. ദൈവാത്മാവിന്റെ പുറകെ പോ. എന്നിട്ട് ഇവിടെ പറയാണ് എന്റെ ജനത്തിനോ അത് ഇഷ്ടമാവുന്നു എന്ന്. ദൈവം ചോദിക്കാം, ഒടുക്കം നിങ്ങൾ എന്നാ ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്നാ ചെയ്യും?
എന്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക, ഒടുക്കാൻ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇന്ന് നിൽക്കണം. അവിടെ നമ്മുടെ കൈയും കാലും ബലപ്പെട്ടിരിക്കുമോ എന്ന് ഉറപ്പിക്കണം. ദൈവപുത്രനെ നമുക്ക് മണിയടിക്കാൻ പറ്റില്ല. ദൈവപുത്രനെ ഉയർത്തിപ്പറഞ്ഞതുകൊണ്ട് ദൈവപുത്രൻ ആ മുഖസ്തുതിയിൽ വീഴത്തില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവപുത്രൻ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യാവനും അല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കൂ. യേശു ക്രിസ്തു ഇന്നലെ എന്നും നാളെയും മാറാത്തവനാ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടെ നയിച്ചില്ല എങ്കിൽ വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. നടത്തില്ല എങ്കിൽ നാം വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാം ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക ഈ നാളുകളിൽ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ അധരത്തെയും വ്യാജം പറയാതെ തന്റെ നാവിനെയും കാത്തുകൊള്ളട്ടെ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ അധരത്തെ, നമ്മുടെ വായെ സൂക്ഷിക്കണം. നമ്മുടെ ഇന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ കൈകളെ, നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുന്ന കാര്യങ്ങളെ, നമ്മൾ വാ കൊണ്ട് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ സൂക്ഷിച്ചു കൊള്ളണം. വളരെ തെറ്റിക്കിടക്കുകയാണ് ജനം, വളരെ തെറ്റിക്കിടക്കുക. ഇന്ന് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന തലത്തിലുള്ള വ്യക്തിത്വങ്ങൾ അനേകരും വീണ്ടും ജനിച്ചിട്ടേ ഇല്ല. കാരണം ആന്റിക്രൈസ്റ്റ് തേർവാഴ്ച, രാജവാഴ്ച സഭകളിൽ ഇന്ന് നടക്കുകയാണ്. അതിന്റെ തെളിവാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികളിൽ നല്ലൊരു പങ്കിൽ ക്രിസ്തുവിന്റെ യാതൊരു സ്വഭാവവുമില്ല, യാതൊരു സ്വഭാവവുമില്ല. ആ യഥാർത്ഥത്തിൽ അവർ ക്രിസ്തുവെ നാറ്റിക്കുകയാണ്, ക്രിസ്തുവെ നാറ്റിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ അവർ വീണ്ടും ജനിച്ചിട്ടേ ഇല്ല. വീണ്ടും ജനിച്ചു എന്ന സങ്കല്പത്തിൽ പോവുകയാണ്. അത് ആന്റിക്രൈസ്റ്റിന്റെ മിടുക്കാണ്, സഭകളിലെ രാജവാഴ്ചയുടെ മിടുക്കാണ്. അങ്ങോട്ടേക്ക് ഞാൻ കടന്നു വരാം. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവനാണ് ദൈവത്താൽ ജനിച്ചവൻ. ദൈവത്തിന്റെ വചനമാണ്, നമ്മൾ അങ്ങോട്ടേക്ക് വരികയാ. എന്നാൽ ഈ നാളുകളിൽ ആ ദൈവത്താൽ ജനിക്കുന്നവൻ അങ്ങനെ വിശ്വസിച്ചാലേ ദൈവത്താൽ ജനിക്കുള്ളൂ, അല്ലാത്തവൻ ദൈവത്താൽ ജനിക്കുന്നില്ല. അപ്പൊ ദൈവത്താൽ ജനിക്കപ്പെടാത്ത ഒരു കൂട്ടം സഭയുടെ അകത്ത് കടന്നുകൊണ്ട് ആന്റിക്രൈസ്റ്റിന്റെ രാജവാഴ്ച നടത്തുമ്പോ അതിനോടൊത്ത് ജനം കൂടുകയാ. ഒരു എക്സാമ്പിൾ പറയാം. ഇതാ പലരും ഇപ്പൊ പറയുന്നുണ്ട്, ഇതാ സോഷ്യൽ മീഡിയയിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവം, എന്തുത്സവം ഇപ്പൊ നടക്കുന്നേ? ഒരു സുവിശേഷകനും തന്റെ ഭാര്യയും തമ്മിൽ വീട്ടിൽ പിണങ്ങി. ഏതോ വിഷയത്തിന്. ആരാ പിണങ്ങാത്തത് ഇതുവരെയുള്ളത്? അത് കുറച്ച് നാളായിട്ടു അത് അവർ ഒതുക്കി വെച്ചിരുന്നു. പക്ഷെ ഈ അടുത്ത് അത് അറിഞ്ഞു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇതാ ഇന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ അതൊരു ഉത്സവമാക്കി മാറ്റി സോഷ്യൽ മീഡിയ ആയി. ക്രിസ്തുവിന് നാണക്കേടാ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഓർപ്പിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടോ? സ്നേഹം അനവധിയായ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അത് പബ്ലിഷ് നടക്കില്ല. അനവധിയായ പാപങ്ങളുടെ അഗാപ്പേ സ്നേഹം അനവധിയായ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഈ ആളുകളുടെ കുറവുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പിശാചിന്റെ അവയവങ്ങളാവുകയല്ലേ? അവർക്ക് വേണ്ടി ഞാനത് കേട്ട സമയം മുതൽ എന്റെ അകത്ത് വന്ന് ചിന്ത പറയാം, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വ്യക്തിപരമായി അവരെ അറിയത്തില്ല, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ ഒന്നിക്കണേ, കഴിയുമെങ്കിൽ ഇവരെ എന്റെ മുമ്പിൽ ഒന്ന് കിട്ടുവാനായിട്ട് ഇടയാക്കണമേ. എന്തിനാ? വേറെ ആരും ഇല്ലെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ. കാരണം ഈ ഒരു വിഷയത്തിൽ ഒരു അനോയിന്റിങ് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പലരെയും ഈ ഒരു ശുശ്രൂഷയിൽ സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ഇത് പബ്ലിഷ് ചെയ്യല്ല വേണ്ടത്, പകരം മറയ്ക്കുകയാണ് വേണ്ടത്.
പബ്ലിഷ് ചെയ്ത് നമുക്കും നമ്മുടെ കുടുംബത്തിന് ശാപം വരുത്തി വെക്കരുത്. 1 പത്രോസ് 4:8 വായിച്ചാട്ടെ പ്രിയ സഹോദരി. 1 പത്രോസ് 4:8. Oh Lord, I love you, give you glory. Thank you, Father. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ, മക്കളെ ശ്രദ്ധിച്ച്, സ്നേഹം എന്ത് ചെയ്യുന്നു? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയാണ്. ഇങ്ങനെയാ വേണ്ടേ? എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പാപിയായി നിർത്താനല്ല, അവരെ നീതിയിലേക്ക് നടത്താൻ. നിങ്ങൾക്കറിയോ, ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായി. ഒരു പുരുഷൻ ആ സ്ത്രീയെ ആ സ്ത്രീ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിവ് കിട്ടി ആ സ്ത്രീ ഗർഭിണിയാണ്. നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ, നിങ്ങൾ വിവാഹം കഴിയാൻ വെച്ചിരുന്ന ആ സ്ത്രീ വിവാഹം കഴിക്കണേ തൊട്ട് മുമ്പാണ് അറിയുന്നത് ആ സ്ത്രീ ഗർഭിണിയാണ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തായിരിക്കും കാണിക്കാൻ പോണേ ആ വീട്ടിൽ ചെന്ന്? ഇന്നത്തെ യൂട്യൂബുകാരും ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പുകാരാണെങ്കിൽ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയാനല്ലേ അവിടെ. എടി വഞ്ചകി, നിന്നെ ഞാൻ നാട്ടിച്ചിട്ട് അടങ്ങൂലടി അല്ലേ? അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റ് ഒക്കെ ഇടും അല്ലേ? ഈ പറഞ്ഞ വേറെ ആരെ കുറിച്ചും അല്ല, യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കാൻ ദൈവം ഉപയോഗിച്ച ആ താഴ്മയുള്ള സ്ത്രീയായ മറിയത്തെ കുറിച്ചാണ്. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഈ വിവരം ജോസഫ് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാലൊന്നും അറിഞ്ഞില്ല, ജോസഫ് പറഞ്ഞു. നാച്ചുറലി ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ എന്നെ അവൾ വഞ്ചിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ ഒരു സംഭവം ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല. അതല്ല, ഇതറിഞ്ഞ ജോസഫിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുകയാണ്. ജോസഫ് നീതിമാനായതുകൊണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വെച്ച് നമ്മളെ ഒന്ന് പരിശോധിക്കുക. ജോസഫ് നീതിമാനായതുകൊണ്ട് ആരും അറിയാതെ, അതായത് ഇത് പബ്ലിഷ് ചെയ്യല്ല, രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ ഭാവിച്ചു. കാരണം അവൾക്ക് ലോകാപവാദം ഉണ്ടാകരുത്. അവൾ ചെയ്ത തെറ്റാണ് ജോസഫിന്റെ ചിന്തയിൽ. അവൾക്ക് ലോകാപവാദം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ വചന ജോസഫിനെ പറഞ്ഞിരിക്കുന്നത് ജോസഫ് നീതിമാൻ. എന്റെ മക്കളെ, നിങ്ങളോട് ചോദിച്ചോട്ടെ, ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയായിരിക്കും? മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മളെ തന്നെ ഒന്ന് ഇന്ന് പരിശോധിക്കാനായിട്ടാണ്. ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ സഹോദരന്റെ, സഹോദരിയുടെ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുമ്പോൾ അത് പബ്ലിഷ് നടക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ജോസഫിനെ കണ്ടുപിടിക്കുക. ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ നമ്മുടെ. വായിച്ചാട്ടെ 1:19. മത്തായി 1:19. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ജോസഫിന്റെ ദൃഷ്ടിയിൽ മറിയ എന്ന് പറയുന്നത് തന്നോട് ചെയ്തത് ശരിയല്ല, അതുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരു സ്വഭാവം കണ്ടോ? അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട്, ആരാകൊണ്ട്? നീതിമാനാകൊണ്ട്. ദൈവവചന ആ വ്യക്തിയെ നീതിമാനായി അംഗീകരിച്ചു. നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും ഒരു വ്യക്തിക്ക് ഒരു അപവാദം ഉണ്ടാക്കാൻ നമ്മൾ മുഖേന ഇടയാകരുത്. ഒരുപക്ഷെ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് ജോസഫിന്റെ ചിന്തയിൽ മറിയ തെറ്റ് ചെയ്തു, പക്ഷെ അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ല. ദൈവമക്കളുടെ പ്രത്യേകതയാ, അവർക്ക് മനസ്സില്ല.
ഒരു തിന്മ ചെയ്യാൻ അവർക്ക് മനസ്സില്ല, ലോകബോധം വരുത്താൻ മനസ്സില്ല, പാപത്തിൽ വീഴാൻ മനസ്സില്ല. ലോകബോധം വരുത്താൻ അവന് മനസ്സില്ലായക കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ആരും അറിയാതെ ഉപേക്ഷിക്കണം. മക്കളെ, ഈ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരുത്തനും അപവാദമല്ല, ഒരുത്തനെ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ദൈവം നമുക്ക് ശിഷ്യന്മാരുടെ നാവ തന്നിരിക്കുന്നു. ഇത് ഓർത്തോളണം. ഒരു ദൈവദാസനെ കാണുമ്പോൾ അറിയാം, ദൈവദാസന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, തളർത്തുന്നതല്ല, വളർത്തുന്നതായിരിക്കും. പക്ഷം പിടിക്കുന്നതല്ല. ദൈവത്തിന്റെ ചിന്തകൾ നിഷ്പക്ഷമായി അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഞാനായിരിക്കുന്ന ഗ്രൂപ്പാണ് ശരിയെന്ന് സംസാരിക്കാൻ അവര് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നു. എന്തിനാണ് നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജോസഫ് നീതിമാൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ നീതിമാനാകണ്ടേ? അല്ലാതെ അനീതിയുള്ളവനാകരുത്, മനുഷ്യർക്ക് കൂട്ടുപിടിക്കാൻ പോകരുത്, ദൈവത്തിന് കൂട്ടുപിടിക്കുക. അങ്ങനെ ദൈവപ്രസാദമുള്ളത് നാം ചെയ്യുമ്പോ ദൈവപ്രസാദമുള്ള മനുഷ്യർ നമ്മളോടുകൂടെ നിൽക്കും. അവർ നിന്നാ മതി. കാരണം അല്ലാത്തവരൊന്നും ഈ ജീവിതം കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എല്ലാം തീപ്പൊയ്കയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സബ്ജക്റ്റിന്റെ അല്പം മാറി, കാരണം ഇപ്പോഴത്തെ സാഹചര്യവും കൂടെ കണക്കെടുത്തിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. തെറ്റിലേക്ക് പോകരുത്. നമ്മളെ നോക്കുന്നവൻ ക്രിസ്തുവെ കാണണം. ക്രിസ്തുവെ നോക്കുന്നവൻ സ്വർഗസ്ഥ പിതാവിനെ കാണണം. അങ്ങനെ ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ സ്വർഗസ്ഥ പിതാവ് ഈ ഭൂമിയിൽ വെളിപ്പെടണം. വി ആർ ഗോഡ്സ് ഡിസ്പ്ലേ ഓൺ എർത്ത്. ഹു ഈസ് എ മാൻ? എ റിയൽ മാൻ ഈസ് എ ഗോഡ്സ് ഡിസ്പ്ലേ ഓൺ എർത്ത്. കട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. ഇതാണ് യാഥാർത്ഥ്യം. ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭൂമിയിലെ ഡിസ്പ്ലേ ആണ്, ഇമ്മാനുവൽ ആണ്. ദൈവം ആ വ്യക്തിയിലൂടെ മനുഷ്യരോടുകൂടെ ആകും. ഇത് നടന്നൊരു വ്യക്തിയാണ് ക്രിസ്തു. ഇത് പാർഷ്യലി നടന്ന മറ്റൊരു വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തു എന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇതേപോലെ ആയിരിക്കണം ക്രിസ്തുവിലുള്ള നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇവിടെ ഇനി പറയാൻ പോകുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഇന്ന് ക്രിസ്തുവിന്റെ എന്ന് പറയുന്ന ഈ അനേക ദൈവമക്കൾ എന്ന് പറയുന്നവർ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവര് ഇങ്ങനെ ആഘോഷിക്കുന്നത്? പാപം ആഘോഷിക്കുന്നു, മറ്റുള്ളവർക്ക് അപവാദം വരുത്തി ആഘോഷിക്കുന്നു. മനസ്സിലാക്കിക്കോ, ഇത് ക്രിസ്തുവിന്റെ സീഡല്ല. ഇത് വീണ്ടും ജനിച്ചിട്ടില്ല. ഇത് ആന്റി ക്രൈസ്റ്റിന്റെ തേർവാഴ്ചയിൽ, രാജവാഴ്ചയിൽ വീണ്ടും ജനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ മാത്രമാണ്. കാരണം ഒരുവൻ വീണ്ടും ജനിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. ഒരു കാരണഭൂതനും ഒരു മുഖാന്തരവും കൂടി കൂടുമ്പോഴാണ് മൂന്നാമതൊരു വ്യക്തി മുഖാന്തരത്തിന്റെ ഉള്ളിൽ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? വീണ്ടും ജനനം വരണമെങ്കിലേ, ഞാനിന്ന് പെണ്ണ് കാണാൻ പോയി, ഞാൻ നോക്കിയപ്പോ ആ സ്ത്രീ ഗർഭിണിയായെന്ന് ആരും പറയാറില്ല. അവർ വിവാഹം കഴിച്ച് അവർ സ്നേഹം പങ്കിടുമ്പോൾ ആണ് മൂന്നാമത്തെ ആൾ ജനിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? കാരണഭൂതനായ പുരുഷനും മുഖാന്തരമായ സ്ത്രീയും കൂടെ സ്നേഹം പങ്കിടുമ്പോൾ ദൈവം കാരണഭൂതനായ പുരുഷന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ജീവൻ, അതാണ് ബീജം എന്ന് പറയുന്നത്, അത് മുഖാന്തരമായ സ്ത്രീയുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന അണ്ഡം അല്ലെങ്കിൽ ഓവം, അതിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാമതൊന്ന് രൂപപ്പെടുകയാണ്. മുഖാന്തരമായ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തേർഡ് പേഴ്സൺ, മൂന്നാമത് ആൾ ജനിക്കുക, കുഞ്ഞ് ജനിക്കുകയാണ്, കുഞ്ഞുദരത്തിൽ. ഇതേപോലെ തന്നെയാണ് ആത്മീയ വീണ്ടും ജനനം.
എന്നാൽ പിശാച് ആന്റി ക്രൈസ്റ്റിന്റെ ശക്തി സഭയിൽ കടന്നിട്ട് ഈ വീണ്ടും ജനനത്തെ വികലമാക്കി. യേശുവിന്റെ സന്ദേശത്തെ സഭയിൽ നിന്ന് എടുത്തു മാറ്റി. യേശു പഠിപ്പിച്ച ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ അവൻ എടുത്തു മാറ്റി. ആന്റി ക്രൈസ്റ്റിന്റെ തേർവാഴ്ച നടക്കുകയാണ് സഭയിൽ. ദൈവരാജ്യം പ്രസംഗിക്കണം എന്നവർ ശിഷ്യന്മാരെ അയച്ച ക്രിസ്തുവിന്റെ ആ സന്ദേശം ഇന്ന് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ മാത്രം പ്രസംഗിച്ച് യേശുവിന്റെ സന്ദേശത്തെ സഭയിൽ നിന്ന് ഒഴിവാക്കി. നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് തിന്നും എന്തുടുക്കും അന്നവും വസ്ത്രവും അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, മുൻപേ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞ യേശുവിന്റെ ആ അന്വേഷിക്കാൻ പറഞ്ഞത് എടുത്തു മാറ്റി. ഇന്ന് അന്നവസ്ത്രാദി സർവനന്മകളിൽ നിന്നും പറഞ്ഞിട്ട് പാട്ടുപാടിയിരിക്കുകയാണ്. യേശു എന്തൊക്കെ പറഞ്ഞു അതൊക്കെ എടുത്തു മാറ്റി. എന്നിട്ട് യേശു ഞങ്ങൾക്ക് വലിയവനാണെന്ന്, കർത്താവേ കർത്താവേ ആണെന്ന് യേശു പറയാ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയേ, ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഞാൻ പറഞ്ഞതിന് പുല്ലുമല്ല, പക്ഷേ എന്റെ പേരിലാ നിൽക്കണം മൊത്തം. കാരണം വേറൊന്നുമല്ല, സഭകളിലെ ആന്റി ക്രൈസ്റ്റ് രാജവാഴ്ച. ആന്റി ക്രൈസ്റ്റ് രാജവാഴ്ച. എന്റെ ദൈവദാസന്മാരെ നാം കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ വചനം പറയാണ്, പൗലോസ് പറയാ, അല്ല എങ്കിൽ ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതൊക്കെ വെറുതെ. എന്തില്ല എങ്കിൽ ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അല്ലാണ്ട് ഈ കൂട്ടര് സോഷ്യൽ മീഡിയയും എല്ലായിടത്തും പിശാചിന്റെ അവയവങ്ങളായി തീരുമ്പോഴല്ല നമുക്ക് പ്രതിഫലമുള്ള. ഇവർ എല്ലായിടത്തും സത്യത്തിന്റെ സാക്ഷികളാകണം. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയാണ് നമ്മളിൽ വിടരേണ്ടത്. ഇത് വ്യക്തമായി തിരിച്ചറിയുക. ആള് മാറണം. കുറച്ചു ദിവസത്തിനുള്ളിൽ നമ്മുടെ ശ്വാസം തീരും. മരണം നമ്മളുടെ ശരീരത്തെ ഇവിടുന്ന് മാറ്റും. നമ്മുടെ സോള് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചില നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ദയാസത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്റെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ജനനത്തിലേക്ക് നമുക്ക് പോകാം. കാരണം ഇന്ന് സഭകളിൽ വീണ്ടും ജനനം വളരെ കുറവാണ്. പകരം അപ്പൊ നിങ്ങൾ പറയും, സഭയിൽ ആള് വരുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഒരു റിക്രിയേഷൻ ക്ലബിൽ ആളുണ്ടല്ലോ, ലയൺസ് ക്ലബിൽ ആളുണ്ടല്ലോ, കരോട്ട സെന്ററിൽ ആളുണ്ടല്ലോ, നൃത്തം പഠിക്കാൻ പോകുന്നിടത്ത് ആളുണ്ടല്ലോ. ഹിന്ദു മതത്തിൽ ആളുണ്ട്, മുസ്ലിം മതത്തിൽ ആളുണ്ട്, ക്രിസ്തു മതത്തിൽ ആളുണ്ട്. അതേപോലെ ആളുണ്ട്, ശരിയാ. അവിടെയെല്ലാം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവിടെയും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കൈപൊക്കി കാർഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസമുള്ളൂ, ഇത് ഇവിടെ സ്നാനപ്പെടുത്തിയും കൂടി ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ വീണ്ടും ജനിച്ചോ നമ്മളെ തന്നെ പരിശോധിക്കണം. വീണ്ടും ജനിച്ചെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഈ പ്രഗ്നന്റ് ആയോ ഒന്ന് സഹോദരിമാർ ചെക്ക് ചെയ്യണ ടെസ്റ്റുകളൊക്കെ ഇല്ലേ, ഇതേപോലെ വീണ്ടും ജനിച്ചോ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യാം. അയാൾ പറഞ്ഞപ്പോ ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്, ഞാനും വീട്ടിൽ ജനിച്ചതാ. ഇതൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ 7 പറയാ, 7:38 പറയുന്ന രംഗം ഇതാണ്. എന്നിൽ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തു വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. എടുത്തിങ്ങൊന്ന് വായിച്ച സിസ്റ്ററെ, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം. ഇത് ഓരോരുത്തരും അവനവനെ തന്നെ ചെക്ക് ചെയ്യാൻ. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച വ്യക്തിയാണോ? 7:38.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്റെ പ്രിയ മക്കളെ, നമ്മളെല്ലാവരും ഇത് വെച്ചൊന്ന് ടെസ്റ്റ് അടിച്ചേ. നമ്മൾ പല ടെസ്റ്റിനും പോകാറില്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. വീണ്ടും ജനിച്ചോ എന്നൊന്ന് ടെസ്റ്റ് അടിക്കണ്ടേ? ഈ സംഭവം നമ്മുടെ ഉള്ളിൽ നടക്കണം. കാര്യമായ കാര്യത്തിലേക്ക് പോവാ. യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോ ഇനി ഇത് ഒഴുകുന്നില്ല എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു പക്ഷെ വീണ്ടും ജനിച്ചിട്ടുണ്ടാകത്തില്ല. ഏതെങ്കിലും സഭയിൽ പേര് ഉണ്ട്, സ്നാനവും പെട്ടു, വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വഭാവം മാറില്ല, പഴയത് തന്നെയായിരിക്കും. പിന്നെ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും വെള്ള ചുരിദാറും ഒക്കെ ഇട്ടെന്ന് അഭിനയിക്കാന്നല്ലാതെ കാര്യം നടക്കില്ല. കാര്യത്തോടെടുക്കുമ്പോൾ ആള് വെളിപ്പെട്ടു വരും. അണ്ടിയോടെടുക്കുമ്പോ മാങ്ങയുടെ പുളി അറിയുന്നു എന്ന് പറയുന്ന പോലെ, ഒരു പ്രസന്നത്തോടെടുക്കുമ്പോ, പണത്തിന്റെ കാര്യം വരുമ്പോ, അകത്തേക്ക് ഒരു കുത്തൊക്കെ കിട്ടുമ്പോ പെട്ടെന്ന് പുറത്തേക്ക് ആള് വെളിപ്പെട്ടു വരും. അപ്പൊ എന്റെ പ്രിയ സഹോദരനെ ശ്രദ്ധിക്കുക, വീണ്ടും ജനനം ഈ ഭൂമിയിൽ ജനിക്കുന്നത് പോലെ തന്നെയാണ്. ആത്മീയമായ ജനനം, അത് ഭൗതികമായ, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. താങ്ക് യു. Lord, I love you. എങ്ങനെയാണ് ഒരുത്തൻ ദൈവത്താൽ ജനിക്കുന്നത്? നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ആന്റിക്രൈസ്റ്റിന്റെ തേർവാഴ്ച നമുക്ക് മനസ്സിലാക്കാം അതിലൂടെ. 1 യോഹന്നാൻ 5-ാം അധ്യായം 1-ാം വാക്യം. എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? 5:1 വായിച്ചേ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. കണ്ടോ? സിമ്പിൾ ആണ്, പക്ഷെ ഇന്ന് ഈ വിശ്വാസം ഇല്ല, വളരെ കുറവാണ്. ശ്രദ്ധിച്ചില്ല, ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ യേശുവിനെ, അതായത് തച്ചന്റെ മകനായി ഇവിടെ ഇറങ്ങി വന്ന യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ആരെന്ന് വിശ്വസിക്കണം? ക്രിസ്തു. അതാണ് ദൈവപുത്രൻ, വചനം. ക്രിസ്തു എന്ന് വിശ്വസിക്കണം. വിശ്വാസം മാറിയ പ്രശ്നമായി. കാരണം ഇത് വിശ്വാസമുള്ള ജനനമാണ്, വിശ്വാസമുള്ള ജനനമാണ്, അല്ലാണ്ട് ബീജവും അണ്ടവും കൂടി കൂടിയിട്ടുള്ള ജനനമല്ല. അതൊക്കെ ഓൾറെഡി ആത്മമണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണഭൂതനും മുഖാന്തരം കൂടി കൂടിയിട്ടുള്ള സംഭവമൊക്കെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിന് നമ്മളൊന്നും ചെയ്യണ്ട, അതാ പിതാവും പുത്രനും ചെയ്തോളൂ. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വീണ്ടും ജനിക്കണോ, ദൈവത്താൽ ജനിക്കണോ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. മാറി വിശ്വസിച്ചാൽ വീണ്ടും ജനനം നടക്കൂല. മാറി വിശ്വസിച്ചാൽ വീണ്ടും ജനനം നടക്കില്ല. ഒന്നുകൂടി പറയാം, മാറി വിശ്വസിച്ചാൽ വീണ്ടും ജനനം നടക്കൂല. ചുമ്മാ പള്ളിയിൽ പേരെഴുതി സ്നാനപ്പെട്ട് നിൽക്കും, അകത്തുനിന്ന് ജീവജലനദി പുറപ്പെടുന്ന ഒരു വിഷയവും ഉണ്ടാകത്തില്ല. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് പൈശാചികം നേർന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുവൻ ദൈവത്തിന് ജനിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ, തച്ചന്റെ മകനായ, മനുഷ്യനായ, മരപ്പണിക്കാരന്റെ മകനായ മനുഷ്യനായ യേശു ആരെന്ന് വിശ്വസിക്കണം? ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവം ജനിച്ചിരിക്കുന്നു. മാറി വിശ്വസിച്ചാലോ? ഇന്ന് മൊത്തം പോയി, മൊത്തം മാറിക്കിടക്കുക. യഹൂദന്മാർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ മനസ്സിലായിരുന്നു നല്ലൊരു പങ്കിനും. യഹൂദന്മാർ യേശുവിനെ ഒരു മനുഷ്യനായി മാത്രമാണ് കണ്ടേ. തച്ചന്റെ മകൻ തച്ചന്റെ മകൻ.
അവർ വീണ്ടും ജനിക്കുമോ? നിങ്ങൾ തന്നെ പറ. അവർ യേശുവിനെ ക്രിസ്തുവായി ദൈവപുത്രനായി വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. യേശുവിനെ ക്രിസ്തുവായി. ഇറ്റ്സ് എ മേജർ എറർ. അവർ യേശുവിനെ മനുഷ്യനായി വിശ്വസിച്ചു. അവർ വീണ്ടും ജന്മമില്ല. ഇനി ക്രിസ്ത്യാനികളുടെ ഈ കൂട്ടത്തിൽ സ്വഭാവം മാറാതെ കിടക്കുന്നതിന്റെ കാരണം പറയാം. ഒരു മേജർ കാരണം ഇതാ, അവർ വീണ്ടും ജനിച്ചിട്ടില്ല. കാരണം അവർ യേശുവിനെ ക്രിസ്തുവായല്ല വിശ്വസിക്കുന്നത്. അതിൽ ഒരു കൂട്ടം യേശുവിനെ അത്യുന്നതനായ ദൈവമായി വിശ്വസിക്കുന്നത്. കേട്ടോ, ബൈബിൾ അതാണോ പറയണേ? യേശുവിനെ അത്യുന്നതനായ ദൈവമായി വിശ്വസിച്ചാലും വീണ്ടും ജനം നടക്കൂല. യേശുവിനെ മനുഷ്യനായി വിശ്വസിച്ചാലും വീണ്ടും ജനം നടക്കത്തില്ല. യേശുവിനെ ക്രിസ്തുവായി ദൈവപുത്രനായി വിശ്വസിക്കണം. ബൈബിൾ ഉടനീളം നോക്കിയോ, ബൈബിളിൽ യേശുവിനെ വിശ്വസിച്ച് സ്വീകരിച്ചവരൊക്കെ ദൈവപുത്രന്മാരായിട്ട് സ്വീകരിച്ച്. ഇന്ന് പിശാച് സഭകളിൽ കയറിയിട്ട് അന്ന് യേശുവിനെ മനുഷ്യനാക്കി മാറ്റി. മനുഷ്യൻ മാത്രം ദൈവപുത്രനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇന്ന് ഈ ക്രിസ്തുവിനെ അത്യുന്നതനായ ദൈവമാക്കി വിശ്വസിക്കാൻ തുടങ്ങി. രണ്ടിലും റിസൾട്ട് ഒന്നു തന്നെ. എന്റെ കാരണം പറയാം. ഇനി ഈ ക്രിസ്തു ആരാ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യേശു ക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ഈ ജനം പറയുന്നത്? അപ്പോ പലരും പല അഭിപ്രായം, നീ ഏലിയാവാണ്, മരിച്ച സ്നാപകനാണെന്നൊക്കെ പലതും പറയുമ്പോ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പത്രോസ് ചാടി കയറി പറഞ്ഞു, കേൾക്കണം, നീ ജീവനുള്ള എന്തുള്ള ഒരേ ഒരാൾക്ക് ജീവന്റെ സോഴ്സ് ഒരേ ഒരാളേ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലന്മാര് യേശുവിനെ ആരായിട്ട് വിശ്വസിച്ചേ? ക്രിസ്തു ആയിട്ട് വിശ്വസിച്ചു. വീണ്ടും ജനം നടക്കും. ഹല്ലേലൂയ. ഇവിടെ പറയാണ് യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം? ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിന് ജനിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്നല്ല വിശ്വസിക്കുന്നെങ്കിലോ സംഭവം മാറി. ക്രിസ്തു എന്നല്ല വിശ്വസിക്കുന്നെങ്കിൽ സംഭവം മാറി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മളിപ്പോ പറഞ്ഞ വാക്യം ഒന്ന് നമുക്ക് നോക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. അതിന് 16 വായിച്ച്. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാ പത്രോസ് ഉത്തരം പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ, ഒരേ ഒരു ദൈവത്തിനെ ജീവനുള്ളൂ, അതാണ് സ്വർഗസ്ഥ പിതാവ്. ബാക്കിയെല്ലാം അവിടുന്ന് സപ്ലൈ ആണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ദൈവപുത്രനാണ് ക്രിസ്തു. യേശുവിനെ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിന് ജനിച്ചിരിക്കുന്നു. അല്ലാത്തവൻ ദൈവം ജനിച്ചിട്ടില്ല. അവൻ ഏതെങ്കിലും സഭയിൽ കയറി ഞാൻ ജനിച്ചു എന്ന പേരാക്കി അകത്തുനിന്ന് ജീവനിലധികം വരുന്നില്ല. ഞാനും ആ കൂട്ടത്തിലുണ്ട്. സ്വഭാവം മാറുന്നില്ല. ക്രിസ്തുവിനെ നാറ്റിക്കാൻ ഇവര് മതി. അവർ സ്വയത്തിൽ നിലകൊള്ളാനിടയാകും. എന്നാൽ ഇതാ യേശു ക്രിസ്തു പറഞ്ഞോ, പത്രോസേ, നീ എന്താ പത്രോസേ ഇങ്ങനെ തെറ്റു പറയുന്നേ? നിന്നെ അല്ലയോ സഭയെ നയിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നേ. നീ ഇങ്ങനെ തെറ്റിപ്പോയാൽ എന്റെ ആടുകളൊക്കെ തെറ്റിപ്പോകൂലേ പത്രോസേ? പത്രോസേ, ഞാനാണ് അത്യുന്നതനായ ദൈവം, നീ ഒന്ന് തിരിച്ചറിയേണ്ട പത്രോസേ എന്ന് പറഞ്ഞ് ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും വാദിക്കുന്നവർ ഇതൊന്നും തിരിച്ചറിയണോ? യേശു ക്രിസ്തു പറഞ്ഞ ഇതൊന്നുമല്ല. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് വേറെ ആരുമല്ല, എന്റെ സ്വർഗത്തിലെ അപ്പനാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നെ. അല്ലാണ്ട് ഏതെങ്കിലും ബൈബിൾ ക്ലാസ് അല്ല ഇത് വ്യക്തമായി തിരിച്ചറിയണം ദൈവജനം. അറ്റ്ലീസ്റ്റ് യേശുവിനെയെങ്കിലും ഒന്ന് വിശ്വസിക്കേ.
ഇതാ യേശു പറയുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും ഞാൻ പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ ആദ്യം വിശ്വസിക്കണ്ടേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് ഘോഷിക്കുക, ഈ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ അറിയിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, നിങ്ങൾ അന്യവസ്ത്രായ നന്മകളെ അന്വേഷിക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന പൂർണ്ണമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളത് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ അനുസരിക്കത്തില്ല. എന്നിട്ട് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്നു. എന്താ അനുസരിക്കാത്ത? സഭകളിലെ ആന്റി ക്രൈസ്റ്റ് രാജവാഴ്ച. അല്ലെങ്കിൽ യേശുവിന്റെ പേരിൽ നിൽക്കുകയും പിശാചിനെ അനുസരിക്കുകയും യേശുവെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രം. അവരും പേടിച്ചിട്ടാ ഈ കൂട്ടരെ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്ന് എന്നോട് പറയാ, ഞാൻ സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞു അത് പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, എന്താ ചോദിച്ചപ്പോ ആ ദൈവരാജ്യമൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. കുരുടന്മാരായ വ്യക്തികൾ വഴികാട്ടാൻ പോയാൽ എല്ലാവരും കുരുടതലത്തിൽ തന്നെ കിടക്കും, എല്ലാവരും കുഴിയിൽ വീഴും. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോ ദൈവരാജ്യമൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് പറയാനേ ഇന്ന് പിതാവ് പുത്രനും കാത്തിരിക്കും ഇതൊക്കെ നടക്കാൻ. ഇത് അവരെയും കേൾപ്പിക്കണം ഈ സംഭവമൊക്കെ. എന്റെ പ്രിയ സഹോദരങ്ങൾ, എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മാറുന്നു. പിതാവ് യേശുവിന്റെ ഉപദേശം സഭകളിൽ ഇല്ലാതെയായി മാറുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഇന്ന് മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ വ്യക്തി വീണ്ടും ജനിക്കുന്നത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിന് ജനിച്ചിരിക്കുന്നു. മാറി വിശ്വസിക്കരുത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഈ ഒരു സംഭവം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യേശുവിനെ മനുഷ്യൻ വിശ്വസിച്ചാൽ വീണ്ടും ജനം നടക്കില്ല. യേശുവിനെ അത്യുന്നതനായ ദൈവം എന്ന് വിശ്വസിച്ചാലും വീണ്ടും ജനം നടക്കത്തില്ല. നമുക്ക് ജീവൻ വേണ്ടേ? ജീവൻ കിട്ടിയാലല്ലേ ജനം നടക്കുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കുഞ്ഞിന്റെ ജനനം പഠിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഓവം അല്ലെങ്കിൽ അണ്ടം കാത്തിരിക്കും. ഒരു 28 ദിവസവും ഈ പ്രോസസ് നടക്കുന്നുണ്ട്. കാത്തിരിക്കും. എന്തിനാ കാത്തിരിക്കണേ? ജീവൻ കിട്ടാൻ, പെർമിഷൻ കിട്ടാൻ, ബീജം വരുവാൻ. ദൈവം കാരണഭൂതനായ പുരുഷന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ബീജം വന്നിട്ട് വേണം മുഖാന്തരമായ സ്ത്രീയുടെ ഉള്ളിൽ ഗർഭപാത്രത്തിൽ തേർഡ് പേഴ്സൺ ഉണ്ടാകാൻ. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ 3 വ്യക്തികൾ, അതായത് ഈ 2 വ്യക്തികളുടെ പ്രവർത്തനം നിമിത്തമാണ് മൂന്നാമത്തെ വ്യക്തി വീണ്ടും ജനനത്തിലേക്ക് വരുന്നത്. ഞാനും നിങ്ങൾ വീണ്ടും ജനനത്തിലേക്ക് വരുന്നു. മനസ്സിലാക്കിക്കോ, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് തന്റെ ആത്മാവ്, കാരണഭൂതനായ പിതാവിൽ നിന്ന് തന്റെ ആത്മാവ് മുഖാന്തരമായ ക്രിസ്തുവിലെ വചനം, ആ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ ഉള്ളിൽ അത് സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളിൽ വീണ്ടും ജനിക്കുന്നു. ഇത് കറക്റ്റായിട്ട് നമ്മളിൽ നടക്കണം. ഇതുകൊണ്ടല്ലേ യേശു ക്രിസ്തു നിക്കോദിമോസ് എന്ന ആ പള്ളി പ്രമാണിയോട് പറഞ്ഞത്, വെള്ളത്താൽ മാത്രം ജനിച്ചാൽ മതി എന്നാണോ പറഞ്ഞേ? വെള്ളം കാണിക്കുന്നത് വചനമാണ്, ആത്മാവ് കാണിക്കുന്നത് ജീവനെ. ആത്മാവ് വരുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാ. ആത്മാവ് ജീവൻ കൊടുക്കുന്നേ. വെള്ളം കാണിക്കുന്നത് ക്രിസ്തുവിലുള്ള വചനത്തെയാണ്.
ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ വീണ്ടും ജനനം വെള്ളത്താൽ മാത്രമല്ല, ആത്മാവാൽ മാത്രമല്ല, വെള്ളത്താലും ആത്മാവിനാലുമാണ്. അങ്ങനെ വീണ്ടും ജനിക്കവനാണ് ആത്മാവാൽ ജനിച്ചവൻ. സ്വർഗസ്ഥ പിതാവും വേണം, പുത്രനായ ക്രിസ്തുവും വേണം. ഈ രണ്ട് അറിവുകൾ ഒരുമിച്ച് ചേരണം. അപ്പോഴേ നിത്യജീവൻ കിട്ടൂ. അപ്പോഴേ നിത്യജീവൻ കിട്ടൂ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതായത് കാരണഭൂതനും മുഖാന്തരവും കൂടി ഒന്നിച്ചു ചേരണം. ഭൂമിയിൽ പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് മൂന്നാമത്തെ വ്യക്തിയുടെ ജനനം. ഇതേപോലെ സ്വർഗീയ പിതാവും ക്രിസ്തുവും കൂടെ ഒരുമിച്ച് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഞങ്ങൾ ഒരുമിച്ച് അവനോടുകൂടെ വാസം ചെയ്യും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരറിവ് മാത്രം പോരാ, രണ്ടറിവുകൾ വേണം നിത്യജീവൻ കിട്ടാൻ. യേശു പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പറയുന്ന രീതി ഇതാണ്: ഏക സത്യദൈവമായ അങ്ങയെയും, അതാണ് കാരണഭൂതൻ, അങ്ങ് അയച്ച എന്നെയും, ക്രിസ്തു ദൈവപുത്രൻ മുഖാന്തരം അറിയുന്നതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിത്യജീവൻ. കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ ജനനവും നടക്കത്തില്ല. ഒരു സ്ത്രീ അതിൽ കൂടി പോയി ഞാൻ നോക്കി ഇതേ ജനിച്ചു, ഒന്നുമില്ല. കറക്റ്റായിരിക്കണം, കറക്റ്റായിട്ട് നടക്കണം. ഹല്ലേലൂയ. ഇത് വിശ്വാസത്താലുള്ള വീണ്ടും ജനനം. വിശ്വാസം കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ജനനം നടക്കൂല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിക്കോദിമോസ് പറയുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. പുള്ളി ജഡത്താലുള്ള ജനനത്തെ കുറിച്ച് ചോദിക്കണേ. അപ്പൊ യേശു മറുപടി പറയാണ്, യോഹന്നാൻ 3:5 പറഞ്ഞേ. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇവിടെ പറയാണ്, വെള്ളത്താലും, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ ശ്രദ്ധിക്കണം. എങ്ങനെ പറഞ്ഞ? സത്യം ചെയ്ത് പറയാ. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, രണ്ട് കാര്യങ്ങൾ വേണം വീണ്ടും ജനനം നടക്കണമെങ്കിൽ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളം റെപ്രസെന്റ് ചെയ്യുന്ന ദൈവവചനത്തെയാണ്. ആത്മാവ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്തുവിലൂടെ കടന്നു വരുന്ന ജീവൻ കൊടുക്കുന്ന പരിശുദ്ധ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് എല്ലാവർക്കും കിട്ടില്ല, എല്ലാവർക്കും കിട്ടില്ല. നിയമിതരായവർക്ക് മാത്രമേ കിട്ടുള്ളൂ. 15:26, യോഹന്നാൻ 15:26 വായിച്ച സിസ്റ്ററെ, ഈ ആത്മാവ് എവിടെന്നാ വരുന്നതെന്ന് അറിയാമല്ലോ. 15:26, അതായത് ഒരു പുരുഷന്റെ ബീജം, കാരണഭൂതനായ പുരുഷന്റെ ഉള്ളിൽ നിന്ന് വന്ന് അത് സ്ത്രീയുടെ ഉള്ളിൽ കാത്തു നിൽക്കുന്ന അണ്ഡം, അതാണ് വചനമായി റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ മൂന്നാമത്തെ പേഴ്സൺ ജനിക്കുന്നു. ഇതേപോലെ തന്നെയാണ് കാരണഭൂതനായ സ്വർഗസ്ഥ പിതാവ് മുഖാന്തരമായ ക്രിസ്തു ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു. ഹല്ലേലൂയ. അത് ക്രിസ്തുവിന്റെ ഉള്ളിലാണ്. വായിച്ചാട്ടെ. മ്യൂട്ടാ സിസ്റ്ററെ. 15:26 അല്ലേ? 15:26. നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോ ഈ ആത്മാവ് വരുന്നത് വേറെ എവിടെന്നുമല്ല, പിതാവിൽ നിന്നാണ് വരുന്നത്. പിതാവിൽ നിന്ന് വരുന്നു, പിതാവിൽ നിന്ന് വരുന്നു.
ക്രിസ്തുവിലൂടെ മുഖാന്തരത്തിലൂടെ നമുക്ക് ലഭ്യമാവുന്നു. ഇതാ, ഒരു പുരുഷന് സ്ത്രീ, വിവാഹം കഴിഞ്ഞ ഒരു പുരുഷന് സ്ത്രീയും തമ്മിൽ സ്നേഹം പങ്കിടുമ്പോൾ പുരുഷനിൽ ദൈവം വെച്ച ബീജം പുരുഷനിൽ നിന്ന് വരുന്നു, സ്ത്രീയിലേക്ക് വരുന്നു. സ്ത്രീയുടെ അണ്ടവുമായി കൂടി അതൊരു സൈഗോട്ടായി, അതൊരു എംബ്രിയോ ആയി, ഒരു ഭ്രൂണമായി വളർന്ന് ഏകദേശം 9 മാസം, ഒരു 9 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു കുഞ്ഞായി പുറത്തേക്ക് തള്ളപ്പെടും. ഇതേപോലെ തന്നെയാണ് ആത്മീയമായ ജനനവും. ഇതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് ആ സ്ത്രീ പ്രഗ്നന്റാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ സ്ത്രീ പ്രഗ്നന്റ്, ആ സ്ത്രീ വേറെ ആരുമല്ല, ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളിൽ നിന്നും ഒരുമിച്ച് കൂടിയ വിളിക്കപ്പെട്ട സമൂഹത്തിന്റെ കൂട്ടമാണ്, സഭയാണ് ആ സ്ത്രീയെ. സഭയുടെ ഉള്ളിൽ വളരുന്നത് പെൺകുഞ്ഞല്ല, സഭയുടെ ഉള്ളിൽ വളരുന്നത് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി എന്തിനാണ്? സർവ്വരാഷ്ട്രങ്ങളെ ഇരുമ്പുകൾ കൊണ്ട് വാഴാനുള്ള ഒരു കുട്ടിയാണ് ആ സ്ത്രീയുടെ ഉള്ളിൽ വളരുന്നത്. പക്ഷെ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതാ 7 തലയുള്ള പൈശാചിക ശക്തി ആ കുഞ്ഞിനെ വിഴുങ്ങാൻ, ആരെ വിഴുങ്ങാൻ? കുഞ്ഞിനെ വിഴുങ്ങാൻ ആ സ്ത്രീയുടെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജനം വീണ്ടും ജനിക്കാത്തെ. കുഞ്ഞിനെ വിഴുങ്ങാൻ കാത്തു നിൽക്കുകയാണ്. സഭയിൽ ആളുകളുടെ പേരുണ്ട്, വീണ്ടും ജനിച്ചവർ ചുരുക്കമുള്ളൂ. വീണ്ടും ജനിച്ചെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറും. സ്വഭാവം മാറുന്നത് ആ വ്യക്തിക്ക് തന്നെ അറിയാം. മാത്രമല്ല ക്രിസ്തുവിന്റെ സ്വഭാവമായി മാറും. മാത്രമല്ല ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പക്ഷെ ഒഴുകാതിരിക്കാൻ അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും പിശാച് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ ഒരു നിഴലാണ്, നിങ്ങൾക്കറിയോ? നമ്മൾ വീണ്ടും ജനിക്കാതിരിക്കാനുള്ള നിഴലായിട്ട് നിൽക്കുന്ന ഒരു തലം നമുക്ക് പഴയ ഉടമ്പടി മുതലേ കാണാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ് മോശക്കുഞ്ഞിന്റെ ജനന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിയെ കൊല്ലാൻ നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിയെ കൊല്ലാൻ നിൽക്കുകയാണ് ഫറവോ, മിസ്രൈം രാജാവ്. മിഡ് വൈഫുകളെ വിളിക്കുകയാണ്, വയറ്റാട്ടികളെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിലേ തട്ടിയേക്കട്ടാ. അത് ഇന്ന് നടക്കുന്നതിന്റെ നിഴലാണ്. സഭയിലെ ആരെങ്കിലുമൊക്കെ വീണ്ടും ജനിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തട്ടിയേക്കണം. ഒരെണ്ണത്തിന് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഒരെണ്ണത്തിന് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ സമ്മതിക്കരുത്. ഒന്നില്ലെങ്കിൽ യേശു അച്ഛന്റെ മകൻ, അല്ലെങ്കിൽ യേശു അത്യുന്നതനായ ദൈവം. ഒരെണ്ണത്തിന് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ സമ്മതിക്കരുത്. തട്ടിയേക്കണം. വീണ്ടും ജനിക്കാൻ സമ്മതിക്കരുത്. തട്ടിയേക്കണം. ദൈവപുത്രൻ ജനിക്കാൻ സമ്മതിക്കരുത്. ഈ കർത്താവായ യേശുവിന്റെ റിയൽ വണ്ണിന്റെ ജനനം നോക്കിയേ. റിയൽ യഥാർത്ഥ ദൈവപുത്രന്റെ ജനനം മറിയയിൽ നിന്ന് ജനിക്കാൻ പോവുക. ഈ പുത്രൻ ജനിക്കുമ്പോ ഒരു പ്രശ്നം തന്നെയാട്ടാ. പുത്രൻ ജനിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം പിശാചിന്റെ കിങ്ഡം എടുത്തു കളയാനാണ് ഇവൻ ജനിക്കണേ. ഓടനെ ഹെറോദാവിന്റെ ഉള്ളിൽ ഇവൻ കയറി പിശാചി. ഇത് തന്നെ സംഭവം. കുട്ടി ജനിക്കരുതട്ടാ, തട്ടിയേക്കണം കുട്ടിയെ. രാജാക്കന്മാരോട് പറഞ്ഞു. 3 രാജാക്കന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോയപ്പോ ദൈവം അവരെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചു, ആ ഹെറോദാവിന്റെ അടുക്കലേക്ക് പോകരുത്, മാറിപ്പോകാൻ പറഞ്ഞു. അവര് മാറിപ്പോയി. ഹെറോദാവ് ദേഷ്യം കയറിയില്ലേ? ആ ദേശത്തെ ആൺകുട്ടികളെ മൊത്തം കൊന്നുകളയാനായിട്ടുള്ള കൽപ്പന പുറപ്പെടൂ. ഒരെണ്ണം വേണ്ടി ജനിക്കാൻ പാടില്ല. ഒരെണ്ണം വേണ്ടി ജനിക്കരുത്. എല്ലാ സഭയിൽ ഇങ്ങനെ പേരെഴുതി സ്ഥാനപ്പെട്ട് നടന്നാൽ മതി. ഒരെണ്ണം വേണ്ടി ജനിക്കരുത്. ഒരെണ്ണം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കരുത്. ഒന്നില്ലെങ്കിൽ മനുഷ്യൻ, അല്ലെങ്കിൽ അത്യുന്നതനായ ദൈവം. രണ്ടിനും വേണ്ടി ജനം നടക്കൂല. ചുമ്മാ സഭയിലെ പേരെഴുതി നടക്കാതല്ലാണ്ട് യേശുവിന്റെ സ്വഭാവം ഉണ്ടാകത്തില്ല.
ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകും. അകത്തുനിന്ന് വീണ്ടും ജീവിതാവധി വരത്തില്ല. ഹല്ലേലൂയ. അവനവനെ തന്നെ പരിശോധിക്കേ. ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഇതിന്റെ സാക്ഷാൽ സഭയുടെ ഉള്ളിൽ നിന്ന് യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചു, സഭയെ രക്തം കൊടുത്ത് നേടി. ആ സഭയുടെ ഉള്ളിൽ നിന്ന് ഇതാ ക്രിസ്തു തലയായ ഒരു കൂട്ടം ജനം, ഒരു ആൺകുട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. വെളിപ്പാട് 12 അവിടെ എഴുതിയിരിക്കുക, 7 തലയുള്ള ഈ പൈശാചിക സ്വത്വം വേറെ ഒന്നും വേണ്ട അവന്. കുഞ്ഞിനെ വിഴുങ്ങി, കുട്ടിയെ വിഴുങ്ങേണ്ടതിന് വട്ടം നിൽക്കുക. അങ്ങനെ അന്നു മുതൽ അവൻ വിഴുങ്ങാൻ തുടങ്ങിയതാ. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്നവർ വളരെ ചുരുക്കം. അന്നു മുതൽ അവൻ വിഴുങ്ങാൻ തുടങ്ങിയതാ. എന്റെ പ്രിയ കുഞ്ഞിനെ, ഞാനതൊക്കെ ഓടിച്ചു കൊണ്ടുപോയപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാ. ആത്മാവ് പറയുന്നത് ഒന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. എന്റെ നിങ്ങളുടെ ശ്വാസം ഈ ഒരല്പ ദിവസങ്ങളിലൂടെ തീരും. നമുക്ക് ലക്ഷ്യത്തിലെത്തണ്ടേ? ഇവിടെ ഡിനോമിനേഷൻ കളിച്ച് അവസാനിപ്പിച്ചാൽ പോരല്ലോ. നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് യേശു ഇവിടെ നിന്ന് പറഞ്ഞു തന്നെ. ധൂർത്തപുത്രന്റെ കഥയിൽ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. നീ വരുന്നത് കണ്ട് നിന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റാൻ ഒരപ്പനുണ്ട് അവിടെ. ഇവിടെ മതം കളി, ഡിനോമിനേഷൻ കളിയൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ നോക്കാൻ യേശുവെ അനുഗമിച്ച് ആദ്യം ബൈബിളിലെ സത്യം വിശ്വസിക്കുക, എന്നിട്ട് വീണ്ടും ജനിക്കുക ആദ്യം, എന്നിട്ട് അവന് ബാക്കി കാര്യങ്ങളുള്ളൂ. പുതിയ സൃഷ്ടിയാണ് കാര്യം. അയാൾ പരിച്ഛേദനോ അഗ്നികർമ്മോ മീശ പഠിക്കലോ വെള്ളഷർട്ടോ ഒന്നുമല്ല വിഷയോ. പുതിയ സൃഷ്ടിയാണ്. ആദ്യം വീണ്ടും ജനിക്കേ. വീണ്ടും ജനം നടന്നില്ല എങ്കിൽ ഈ പഴയത് വെച്ചുകൊണ്ട് കളിച്ചോണ്ടിരിക്കും. ഒരു കാര്യമില്ല. പഴയത് ഇവിടം കൊണ്ട് തീരും. നരകയോഗ്യരാണ് അവരെ. പുതിയതിനെ യേശു അറിയത്തുള്ളൂ. ഇതുകൊണ്ട് യേശു പലരോടും പറയുന്നത്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം അവർ വീണ്ടും ജനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അറിയുന്നേ? വീണ്ടും ജനിച്ചാലേ അറിയുള്ളൂ. ഒരുവൻ ഓടി വന്നിട്ട് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുക. ഓടി വന്നിട്ട് പറയാ, പപ്പ പപ്പ പപ്പ. നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് ആ വ്യക്തി അറിഞ്ഞുകൂടാ. ആ വ്യക്തി ആ മോൻ നിങ്ങളെ വിളിക്കണ പപ്പ എന്ന്. നിങ്ങൾ പറയും, ഞാൻ ഒരു കാലം നിന്നെ അറിയത്തില്ല. ഓടാ കൊച്ചനെ. യേശു പറയാ, ഞാൻ ഒരു കാലം നിന്നെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കർത്താവേ എന്ന് വിളിച്ചു. ആദ്യം ഉറപ്പാക്കും വീണ്ടും ജനിച്ചില്ലേ എന്ന്. ദേഷ്യം കൊണ്ട് നിറഞ്ഞിട്ട് കാര്യമില്ല. അധികം ദേഷ്യപ്പെടാൻ ഈ ശരീരം ഇനി കാണത്തൂല്ല. ഇവിടെ ഇപ്പൊ തീരും. യാഥാർത്ഥ്യമാ പറയുന്നേ. ഓ ലോർഡ്, ഐ ലവ് യു. നമുക്ക് വെളിപ്പാട് ദിവസം 12 വന്ന സിസ്റ്ററെ, വെളിപ്പാട് 12. കുട്ടിയെ തിന്നുക എന്നുള്ളതാണ് പിശാചിൻ്റെതായ പദ്ധതി. വീണ്ടും ജനിക്കരുത്. നമ്മൾ വീണ്ടും ജനിച്ചൊന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് അന്യവസ്ത്ര നന്മകളുടെ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് നിൽക്കുക. നമ്മളെ തന്നെ വഞ്ചിക്കരുത്. ഓ ഫാദർ, വി താങ്ക് യു. അതിന്റെ 1 മുതൽ 5 വരെ ഒന്ന് വായിച്ച സിസ്റ്ററെ. 12-ന്റെ 1 മുതൽ 5 വരെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജനങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഹോൾ ബൈബിൾ ഇതിലുണ്ട് കേട്ടോ. ഹോൾ ബൈബിൾ ഉണ്ട്. നമുക്ക് അതിൽ ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ദൈവരാജ്യ സൂചനകൾ മുഴുവൻ ഇതിലുണ്ട്. ഉൽപ്പത്തി 1:26 നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അവർ ഭൂമിയെ വാഴട്ടെ എന്നാ പറഞ്ഞത്. പിതാവ് പുത്രനോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ സാധിച്ചത് സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം, അവർ ഭൂമിയുടെ മരണം ഏറ്റെടുക്കട്ടെ. അത് നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇതാ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാകാൻ പോവുകയാണ്. ഈ സർവ്വലോകത്തെയും വാഴാൻ വേണ്ടി പിശാചിന്റെ ഭരണത്തെ റീപ്ലേസ് ചെയ്യാൻ പോവുക. ഹോൾ സ്റ്റോറി അവിടെയുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, കുട്ടി ജനിക്കാനായിട്ട് ആരനുവദിക്കത്തില്ല. 7 തലയുള്ള ഈ സാത്താൻ അനുവദിക്കത്തില്ല. അവിടെ ഒരു സ്ത്രീയെ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഹല്ലേലൂയ. വേറെ ആരെയോ അല്ല,
സഭയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവ് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ആ സഭയാവുന്ന സ്ത്രീയെയാണ് കാണുന്നത്. ആ സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് അവിടെ പറയുന്നത്. അവൾ ഗർഭിണിയാണ്. അവളുടെ വയറ്റിൽ ഒരു ആൺകുട്ടിയുണ്ടെന്ന്. കുട്ടിയെ തിന്നു കളയാനാണ് പിശാച് നിൽക്കുന്നത്. കുട്ടിയെ പ്രസവിക്കരുത്, തിന്നു കളയണോ. അതായത് ഗർഭം അബോർട്ട് ചെയ്ത് പോണോന്ന്. ഹല്ലേലൂയ. ഉണ്ടാകരുത്, അവിടെ ഉണ്ടാകരുത്. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണാം. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീനിറമുള്ള മഹാസർപ്പം, പഴയ സർപ്പം. അതിന്റെ വാൽ ആകാശ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്തിനാണ്? പിശാചിന്റെ സകല സൈന്യവ്യൂഹത്തെയും എല്ലായിടത്തും വിന്യസിച്ചിരിക്കുക. ചർച്ചിന്റെ ഉള്ളിലും കിടക്കുകയാണ്. നിങ്ങള് നിറച്ചു കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എഴുതിയിരിക്കുകയാണ്, സ്ത്രീ പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ സഭയുടെ മുമ്പിൽ ആര് കയറി നിൽക്കുക? മഹാസർപ്പം നിൽക്കുക. ലക്ഷ്യം എന്താ? കുട്ടിയെ തിന്നണം, കുട്ടിയെ തിന്നണം. ഒരുവനും വീണ്ടും ജനിക്കരുത്, ഒരുവനും വീണ്ടും ജനിക്കരുത്, വീണ്ടും ജനിക്കരുത്. വീണ്ടും ജനിച്ചാൽ തന്നെ വളരരുത്. വീണ്ടും ജനിക്കരുത്, വീണ്ടും ജനിച്ചാൽ വളരരുത്. ഹല്ലേലൂയ. കുട്ടിയെ തിന്നണം. ഹല്ലേലൂയ. കാരണം ഈ കുട്ടിയാണ് എനിക്ക് ഭീഷണി. ഈ കുട്ടിയാണ് എന്റെ കിങ്ഡം എടുത്ത് കളയാൻ പോണേ. സ്ത്രീയുടെ സന്തതിയായ ഈ കുട്ടി, യേശുക്രിസ്തു തലയായ ഈ കുട്ടി, ജയിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ആ കുട്ടി, യേശു തലയും ജയിക്കുന്നവർ ശരീരവുമായിട്ടുള്ള കുട്ടിയാണ് എന്റെ സിംഹാസനം എടുത്തു കളയാൻ പോകുന്നത്. ഉൽപ്പത്തി 3:15 പറഞ്ഞിട്ടുള്ള ആ പിതാവിന്റെ ആ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ കുട്ടിയാണ് കാരണമെന്ന് പിശാചിനറിയാം. സ്ത്രീയുടെ സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇറ്റ്സ് എ സ്പിരിച്വൽ വുമൺ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പിശാച് ദൈവത്തിന്റെ ജ്ഞാനം മറഞ്ഞിരിക്കുന്ന ജ്ഞാനം അവനെ അറിയത്തില്ല. അവൻ ആര് വന്നാലും, സ്ത്രീയുടെ സന്തതി അത് ഭൗതികമായി വന്നാലും അവൻ ആത്മീയമായി വന്നാലും അതിനെ തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയണം. സഭയിലെ ഈ ആന്റി ക്രൈസ്റ്റ് വാഴ്ച നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് സഭയിൽ ദൈവത്തിന്റെ ആലോചന തെറ്റായി അറിയിക്കപ്പെടുന്നത്. തെറ്റായി അറിയിക്കപ്പെട്ടാൽ ആരും വീണ്ടും ജനിക്കത്തില്ല. ഒന്നാമത് ക്രിസ്തുവിന്റെ ഉപദേശ സഭയിലില്ല. ക്രിസ്തു 3 വർഷം പ്രസംഗിച്ച സന്ദേശം സഭയിൽ കാണാനില്ല. ബൈബിൾ കോളേജിന്റെ സിലബസിൽ ആ സംഭവമേ ഇല്ല. യേശു ക്രിസ്തു അന്വേഷിക്കാൻ പറഞ്ഞ ദൈവരാജ്യം അന്വേഷിക്കുന്നവർ ചുരുക്കം. യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ട സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ രാജ്യം വരണമെന്ന് പറഞ്ഞ ആ പ്രാർത്ഥന ഉടനെ വിലക്കും. ആര്? പിശാച്. സഭയിലെ ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച. എന്നിട്ട് പിതാവിനെ ഒഴിവാക്കുന്നു, കാരണഭൂതനെ ഒഴിവാക്കുന്നു. ഒരു പെണ്ണ് മാത്രം ഉണ്ടെങ്കിൽ എവിടെയാണോ ജനനം നടക്കുന്നത്? ഹല്ലേലൂയ. പിതാവിനെ കാരണഭൂതനെ ഒഴിവാക്കുന്നു. കാരണഭൂതനെന്ന് ആത്മാവ് വന്നെങ്കിൽ മാത്രമേ യേശുവിനെ കിട്ടുള്ളൂ. യേശുവിനെ കിട്ടിയെങ്കിൽ മാത്രമേ വീണ്ടും ജനനം സംഭവിക്കുള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും വീണ്ടും ജനിപ്പിക്കാനൊന്നും യേശുവിന് പറ്റില്ല. ഉള്ള കാര്യം ഈ പറയണേ. പിതാവ് ആരെയൊക്കെ പെർമിഷൻ കൊടുത്തോ അവരെ മാത്രമേ ജനിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ചിന്ത മനസ്സിലാക്കണം. ഈ ഒരു ചിന്ത മനസ്സിലാക്കുക. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. പിതാവേ, അങ്ങെനിക്ക് തന്നിട്ടുള്ളവർ അവരിലേക്ക് മാത്രമേ ഈ ആത്മാവ് പോവുള്ളൂ, അല്ലാത്തവരിലേക്ക് പോവില്ല. വ്യക്തമായിട്ട് തിരിച്ചറിയണം. നിങ്ങൾക്ക് സംശയമുണ്ടോ? നമുക്ക് ഇതൊന്ന് വായിക്കണം. പഴയതും കൂടെ ഫറവോയുടെയും ഹെറോദാവിന്റെയും. എന്നാൽ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി ഇത് ചിന്തിച്ചിട്ടങ്ങ് പോകാം. അതായത് പിതാവിനെ കൂടാതെ വീണ്ടും ജനനം സംഭവിക്കില്ല എന്റെ പൊന്നുമക്കളെ. യേശു ക്രിസ്തു ഒരാൾ മാത്രം വിചാരിച്ച് നടക്കില്ല. മുഖാന്തരം മാത്രം വിചാരിച്ച് നടക്കൂല. ഹല്ലേലൂയ. പിതാവ് കൊടുത്തവരെ മാത്രമേ ജനിപ്പിക്കാനുള്ള അധികാരം ക്രിസ്തുവിനുള്ളൂ. ഞെട്ടിപ്പോയോ? വായിച്ചേ. യോഹന്നാൻ 17:2 വായിക്കുക. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. മനസ്സിലായോ? യേശുവിന് അധികാരം കൊടുത്തു. മുഖാന്തരത്തിന് കാരണഭൂതന് അധികാരം കൊടുത്തു. എന്തിനു വേണ്ടിയെന്നറിയാമോ? നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും. അതായത് ഈ ലോകത്തുള്ള എല്ലാവരും കൊടുത്തിട്ടില്ലെന്ന്.
നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും എന്ത് കൊടുക്കണം? നിത്യജീവൻ കൊടുക്കണം. അതിന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അത്രയും പേർക്ക് അധികാരം കൊടുത്തിട്ടുള്ളൂ. യേശു പലയിടത്തും പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം ഈ വിശ്വാസ ജനനം, യേശു പറയാണ്, നിങ്ങൾ എന്റെ വചനം വിശ്വസിക്കുന്നില്ല, എന്റെ വചനത്തെ നിങ്ങളിൽ ഇടവില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവർ അല്ല. മനസ്സിലായ? പിതാവ് എനിക്ക് തന്നതിൽ നിങ്ങളില്ലെന്ന്. പിതാവ് ആർക്കൊക്കെ കൊടുത്തിട്ടുള്ള അവരിലേക്ക് മാത്രമേ പിതാവിന്റെ ആത്മാവ് കയറി, യേശുവിലൂടെ കയറി അങ്ങ് പോവുള്ളൂ. അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ എത്തത്തില്ല അവിടെ. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. As thou hast given him power over all flesh, that he should give eternal life to as many as thou hast given him. Hallelujah. അവന് കൊടുത്തവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്കില്ല. ഇത് വ്യക്തമായി തിരിച്ചറിയണം. പിതാവിൽ നിന്ന് ഈ ആത്മാവ് യേശുവിലൂടെ, ആ കാരണഭൂതനിലൂടെ വന്ന് വേണം ആ തേർഡ് പേഴ്സന്റെ ജനനം. അല്ലാത്തവർക്ക് വചനം വിശ്വസിക്കാൻ പറ്റില്ല. വചനം വിശ്വസിക്കണം. ഓ ഫാദർ, വി താങ്ക് യു. യോഹന്നാന്റെ സുവിശേഷം Oh Lord, I love you. Oh Lord, I love you. 10-ാം അധ്യായം 26-ാം വാക്യം യേശു പറയുന്നു. അതിന്റെ 10-ന് 25-26 വായിച്ചു. 25-26. ഒരു കൂട്ടർക്ക് യേശുവിന്റെ വചനം വിശ്വസിക്കാനേ പറ്റില്ല. യേശുവിന്റെ വചനത്തിന് അവരുടെ ഉള്ളിൽ ഇടമില്ല. അതിന്റെ കാരണം യേശു പറയാണ് 10-ന്റെ 25-26. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല, അല്ലായകിയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ്, യേശു പറയാണ്, ഞാൻ ആരുടെ നാമത്തിൽ നിൽക്കണേ? ഈ നാമം വളരെ ശ്രദ്ധിച്ചോട്ടെ. ഞാൻ നിൽക്കുന്നത് പിതാവിന്റെ നാമത്തില. ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല, അതുകൊണ്ട് വിശ്വസിക്കാം. ഇത് വേറെ പലയിടത്തും യോഹന്നാൻ 8-ലൊക്കെ പറയുന്നുണ്ട്, എന്റെ വചനത്തിൽ നിങ്ങൾ ഇടവില്ല, കാരണം നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഓക്കെ, ഇവിടെ പറയണം, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവരല്ലെന്നേ, അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. പിതാവ് എനിക്ക് തന്നവർക്ക് മാത്രം നിത്യജീവൻ കൊടുക്കാൻ എനിക്ക് അധികാരമുള്ളൂ, അല്ലാത്തവർക്ക് അധികാരം കൊടുക്കാനുള്ള അധികാരം എനിക്കില്ല. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. അപ്പോ ഈ പിതാവിനെ കൂടാതെ ഉള്ള ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. ഈ കാരണബോധനം വേണം, മുഖാന്തരം വേണം. എന്നാൽ നമ്മൾ ഇത് വ്യക്തമായി തിരിച്ചറിയാതെ ഇന്ന് കാണിക്കുന്നത്, പലരും കാണിക്കുന്നത് പോലെ പിതാവിനെ ഒഴിവാക്കി, ക്രിസ്തു പറഞ്ഞ ആ സന്ദേശത്തെ ഒഴിവാക്കി, ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവിനെ ഒഴിവാക്കി, ക്രിസ്തുവിനെ മാത്രം കൊണ്ടുവന്നിട്ട് വീണ്ടും ജനനമൊക്കെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയാൽ നടക്കില്ല എന്റെ പൊന്നു മക്കളെ. കാരണം കാരണബോധനെ കൂടാതെ മുഖാന്തരത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിശാച് നമ്മളെ തട്ടിക്കുക. ആ വീണ്ടും ജനനം നമ്മൾ നടക്കരുത്. ഇംപ്രോപ്പറായിട്ട് നാം മനസ്സിലാക്കണം. എങ്ങനെയാ വിശ്വാസമാണ് വീണ്ടും ജനനം, അല്ലെ? വിശ്വാസമാണ് വീണ്ടും ജനനം. ഈ വിശ്വാസം എങ്ങനെയാ വരുന്നേ? കേൾവിയാൽ വരുന്നു, അല്ലെ? ഈ കേൾക്കുന്നത് കറക്റ്റ് അല്ലെങ്കിലോ? മൊത്തം തെറ്റിയില്ലേ? കേൾക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ സംഭവം പോയി. വിശ്വസിക്കുന്നത് പ്രോപ്പർ അല്ലാതെയാവും, വീണ്ടും ജനനം പ്രോപ്പർ അല്ലാതെയാവും. പിശാചിനെ കുട്ടിയെ കൊല്ലാൻ എളുപ്പമായി. ഇതിന്റെയൊക്കെ നിഴലാണ്, കുട്ടിയെ കൊല്ലുന്ന നിഴലാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോ യേശുവിന്റെ ജനനത്തിന്റെ നിഴലായ മോശയുടെ ജനനത്തിങ്ങൾ കുട്ടിയെ കൊല്ലാനാണ് ഇറങ്ങി പുറപ്പെടുന്നത്. കുട്ടിയെ കൊല്ലാൻ പിശാച് ഇറങ്ങി തെളിയോ? കുട്ടിയെ കൊല്ലാൻ. എങ്ങനെ? അവിടെയുള്ള മിഡ് വൈഫേഴ്സിനോട് പറയുകയാണ്, ആൺകുട്ടികളെ കൊന്നു കളഞ്ഞേക്കണം. വായിച്ചേ, പുറപ്പാട് 1-ന്റെ 15-16 താഴേക്ക്.
എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. മനസ്സിലായോ? ആരാണെങ്കിൽ ഇത് അയക്കണം, ഒന്നേക്കണമെന്ന്. ഈ സഭയാകുന്ന സ്ത്രീയുടെ ഉള്ളിൽ ജനിക്കുന്നത് പെൺകുട്ടികളെ ഇല്ല, ആണോ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവളുടെ ഉള്ളിൽ ഒരു ആൺകുട്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? കൊല്ലണം. അതോ ജനിക്കാൻ അനുവദിക്കരുത്. ഇവര് തെറ്റായ കാര്യങ്ങൾ അറിയണം. ഈ ജനം തെറ്റായി അറിഞ്ഞാൽ അവര് വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണ്. വിശ്വാസമാണ് വീണ്ടും ജന്മം പ്രോപ്പർ ആവില്ല. പക്ഷെ ആ മിഡ് വൈഫ് ഉണ്ടല്ലോ, സുധികർമ്മിണികൾ എന്ന് പറയുന്ന മിഡ് വൈഫ്, അവർക്ക് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു. താഴേക്ക് വായിച്ച സിസ്റ്ററെ, അവരെഴുതിയിരിക്കുകയാണ്, അവർക്ക് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു, അവർ ചെയ്തില്ല. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. എന്റെ ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്തുതികർമ്മിണികളെ കണ്ടുപഠിക്കുക. ദൈവത്തെ ഭയപ്പെടുക, അല്ല ഡിനോമിനേഷന്റെ തലവനെ അല്ല ഭയപ്പെടേണ്ടത്. ഞാനത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടത്തില്ല. ഞാനത് പറഞ്ഞില്ലെങ്കിൽ, ഞാനത് സത്യം പറഞ്ഞാൽ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കും. ആര്? ഈ മൂക്കിൽ ശ്വാസം നിലനിൽക്കാത്ത മനുഷ്യനോ? ദൈവത്തെ ഭയപ്പെട ഉള്ള കാര്യം സത്യമായിട്ട് പറ. അപ്പസ്തലന്മാർക്ക് അന്ന് എന്താ ചെയ്തേ? ഈ യേശു അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞു നടക്കായിരുന്നോ? അവര് സത്യം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ആളുകളെതിരായി. അവർക്കതൊന്നും വിഷയമില്ലായിരുന്നു. ഒരു സ്ഥലത്ത് പ്രശ്നം വന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് പ്രശ്നം വന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് അവരിടയായി. ഹല്ലേലൂയ. ഇതാ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ വലിയ പ്രശ്നം നടക്കുക. തെസ്സലോനിക്കയില് പ്രശ്നം നടക്കുക. അവിടെ യാസോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ വീട്ടിൽ കൈക്കൊണ്ടു. ഈ പ്രസംഗ ടീമിനെ. അവിടെയുള്ള യഹൂദന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് യുവന്മാരെ ഉണ്ടല്ലോ ഒരു പരിവാക്കി. അവരെ അവസാനം പൗലോസിനെയും കൂട്ടരെയും കിട്ടാഞ്ഞിട്ട് യാസോനെ വലിച്ച് പുറത്തിറക്കി. പുറത്തിറക്കിയിട്ട് അവിടെ മൊത്തം ബഹളം. ഇന്ന് ആരൊക്കെ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്നു അവരൊക്കെ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാ ആരൊക്കെ സത്യം പറയുന്നു, സത്യം പറയുന്നവരൊക്കെ പ്രശ്നത്തിലാ. കാരണം പിശാചും അവന്റെ ആളുകളും കൂടെ ഇതിന് അവസരം തരുന്നവരുടെ നേരെ വിഷയങ്ങളുമായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ ഇതാ യാസോന്റെ വീട് പറഞ്ഞ് യാസോനെ അവര് പുറത്താക്കി അവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു സംഭവം നടക്കുക. എന്താ ഈ കാര്യം? അവിടെ എന്താണ് ഇതിന്റെ വിഷയം? കാരണം ഈ പൗലോസ് അപ്പോസ്തലൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് നടന്ന എന്നാണെന്നറിയാമോ? ഈ യേശു തന്നെ ക്രിസ്തു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു നടന്നേ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 17-5 വായിച്ച സിസ്റ്ററെ, എവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താ? 17-5 യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്തു പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. കലഹം ഉണ്ടാക്കുകയാണ് യാസോന്റെ വീട്. ഇന്ന് ഈ ഷാജി ജോസഫിന്റെ മെസ്സേജ് ഏതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോകുന്നു, ഏതൊക്കെ ഫേസ്ബുക്കിൽ പോകുന്നു, അവിടെയൊക്കെ കലഹം ഉണ്ടാക്കി അതിന്റെ അഡ്മിന് അതിന്റെ മൊത്തം പ്രഷർ. അത് അയാളെ ഒഴിവാക്കുക. യാസോന് നേരെ ബഹളം. എന്താ കാര്യം? വേറെ ഒന്നുമല്ല. അതിന്റെ 3-ാം വാക്യം പറയുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് പൗലോസ് പ്രസംഗിച്ചു. യേശു ആരാണ്? ഈ യേശു ആണ് ക്രിസ്തു. അത് കറക്റ്റായിട്ട് പ്രസംഗിച്ചാലേ വീണ്ടും ജനം നടക്കൂ. മാറ്റി പ്രസംഗിക്കരുത്. അന്ന് പൗലോസ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ യേശു തച്ചന്റെ മോനാണ് പ്രസംഗിക്കുന്നത്. വേറൊരു സ്ഥലം കിടക്കുന്നുണ്ട് അവിടെ. ഹല്ലേലൂയ. അതിനെതിരെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. യേശു തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു. പത്രോസ് പറഞ്ഞതുപോലെ നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു. അതിന്റെ 3-ാം വാക്യം വായിച്ച സിസ്റ്റർ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം? ഇത്രയും പ്രശ്നം അനുഭവിക്കാൻ കാരണം എന്തായിരുന്നു?
ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു അത്യുന്നതനായ ദൈവം എന്നും പറഞ്ഞേ, അച്ഛന്റെ മോനെന്നല്ല പറഞ്ഞേ, ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു. ഒരുത്തം വീണ്ടും ജനിക്കണമെങ്കിൽ യേശുവിനെ ആരായിട്ട് കൈക്കൊള്ളണം? പേടിയുണ്ട് പറയാനല്ലേ? ഒറിജിനൽ വീണ്ടും ജനിക്കണമെങ്കിൽ യേശുവിനെ ക്രിസ്തുവായിട്ട് തന്നെ കൈക്കൊള്ളണം, ദൈവപുത്രനായിട്ട് തന്നെ കൈക്കൊള്ളണം. ഇതുകൊണ്ടാണ് ആദ്യകാല സുവിശേഷ വേളകളിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, സ്വർഗസ്ഥ പിതാവ് പറഞ്ഞതുപോലെ യേശുവിനെ ഷണ്ടൻ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ചെന്നപ്പോ വെള്ളം കണ്ടപ്പോ ഷണ്ടൻ ഏറെ ചോദിച്ചു, വെള്ളം സ്നാനം വെക്കുന്നതിന് എന്ത് തടസ്സം? അപ്പൊ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാന്ന് പറഞ്ഞു. അപ്പോ ഷണ്ടൻ ഉടനെ തന്നെ പറഞ്ഞു, യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, യേശു ക്രിസ്തു അച്ഛന്റെ മകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, കറക്റ്റ്, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ബൈബിളിലെ ആദ്യകാല സുവിശേഷ വിശ്വാസം. ഇതിനെ ആര് മാറ്റി? ആന്റി ക്രൈസ്റ്റിന്റെ തേർവാഴ്ച മാറ്റി. ആന്റി ക്രൈസ്റ്റിന്റെ തേർവാഴ്ച രാജവാഴ്ച സഭകളിൽ മാറ്റി. ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു ദൈവദാസനും ഇല്ലല്ലോ. ദൈവമക്കൾ, യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾ അവിടെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക, എന്റെ മക്കളെ നശിച്ചു പോകരുത്. അപ്പോസ്തലപ്രവൃത്തി 8 വായിച്ച സിസ്റ്റർ, അപ്പോസ്തലപ്രവൃത്തി 8. ഓ ലോർഡ്, ഐ ലവ് 8-ാം അധ്യായം. ഫിലിപ്പോസ് തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ യേശുവിനോട് സുവിശേഷം അറിയിച്ചു 35-ാം വാക്യം കേട്ടോ. അപ്പോ ആ സുവിശേഷം അറിയിച്ചപ്പോ അതിന് 36 വായിച്ചു. അവരിങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. കറക്റ്റ്. വീണ്ടും ജനനം, യേശു ക്രിസ്തു ദൈവപുത്രൻ, അതായത് ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? വിശ്വസിക്കുന്നു. ഇത് എന്തിനത് തെറ്റിച്ച് പഠിപ്പിക്കണേ? മറ്റൊരു ഫറവോ മറ്റൊരു ഹെറോദാവോ, ഈ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ സ്വർഗീയ പിതാവും നമ്മളുമായി ക്രിസ്തുവിലൂടെ കണക്ഷൻ ആകത്തുള്ളൂ. അല്ലെങ്കിൽ കണക്ഷൻ ആകത്തില്ല. ഹല്ലേലൂയ. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ കണക്ഷൻ ആകത്തില്ല. ഇതാണ് 1 യോഹന്നാൻ 4:15 പറയുന്നേ. 1 യോഹന്നാൻ 4:15 നമ്മൾ ദൈവപിതാവുമായി ക്രിസ്തുവിലൂടെ ഒന്നാവുകയാണ്, ഒരു കുടുംബമാവുകയാണ്. ദൈവപിതാവിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. വായിച്ച സിസ്റ്ററെ 1 യോഹന്നാൻ 4:15. യേശുവിനെ ആരായിട്ട് നാം സ്വീകരിക്കട്ടെ? 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. മനസ്സിലായോ? എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ നോക്കി, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇതാണ് ബൈബിൾ വചനം പറഞ്ഞത്. മാറ്റി പഠിപ്പിച്ചതാരാ? ദൈവത്തിന്റെ പുത്രൻ ദൈവം തന്നെ, യാതൊരു സംശയമൊന്നുമില്ല. ഇത് മാറ്റി പഠിപ്പിച്ചതാരാ? 3-ാം നൂറ്റാണ്ട് മുതൽ ഈ പിശാച് കയറി കുഞ്ഞിനെ കൊല്ലുകയാ. 3-ാം നൂറ്റാണ്ട് മുതൽ പിശാച് കയറി കുഞ്ഞിനെ കൊല്ലും. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്തതിൽ പഠിച്ച് മനസ്സിലാകും. കുഞ്ഞിനെ കൊല്ലുകയാ. മത്തായി സുവിശേഷം 2:16-18 വായിച്ച സിസ്റ്ററെ. 3-ാം നൂറ്റാണ്ട് മുതൽ അതിന്റെ നിഴലാണ് യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൈവപുത്രനെ കൊന്നുകളയാൻ വേണ്ടി ഹെരോദാവിൽ പിശാച് കൂടിയത്. മത്തായി 2:16-18. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. കണ്ടോ? ദൈവപുത്രൻ ജനിക്കരുത്, അവനെ കൊന്നുകളയണം. എന്റെ പ്രിയ മോനെ,
ഈ തട്ടിപ്പിൽ നീ വീടരുത്. ഇത് വിശ്വാസമുള്ള ജനമാ. കറക്റ്റായിട്ട് നീ കേട്ടില്ല എങ്കിൽ കറക്റ്റായിട്ട് നിന്റെ ഉള്ളിൽ വരത്തില്ല. ഉള്ളിൽ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നിനക്ക് കറക്റ്റായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. എങ്ങനെയാ വീണ്ടും ജന്മം എന്ന് പറയട്ടെ? വേറൊരു വചനം വായിക്കാം. നമ്മൾ വീണ്ടും ജനനത്തിൽ മനുഷ്യമക്കളാകില്ല, ദൈവമക്കളാകുക. ജഡത്താലുള്ള ജനനത്തിൽ മനുഷ്യമക്കളായിരുന്നു, സ്ത്രീയിലുള്ള ജനനം. വീണ്ടും ജനനം ആത്മാവുള്ള ജനനമാണ്. ആത്മാവായുള്ള ജനനത്തിൽ നമ്മൾ ദൈവമക്കളാണ്. അതിന്റെ ഒരു വചനം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ആഴ്ച ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകാം. അപ്പൊ കൂടുതലായിട്ട് മനസ്സിലാവും. ഇതാ യോഹന്നാൻ 1:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം. വീണ്ടും ജനനം. ഇതിൽ 2 ടേംസ് ഉണ്ട്. 2 ടേംസ്. ഹല്ലേലൂയ. ഈ 2 ടേംസ് നിങ്ങൾക്ക് കാണാം. ഒന്ന്, നാം ക്രിസ്തുവിനെ കൈക്കൊള്ളണം. പിന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നാമമാണ്. എന്നാൽ ആ ക്രിസ്തുവിന് വേറൊരു നാമമുണ്ട്. ആ നാമത്തിൽ വിശ്വസിക്കും. അപ്പോഴാണ് മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാനുള്ള അധികാരം കിട്ടുന്നത്. വായിച്ചു സിസ്റ്ററെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മനസ്സിലായോ? ദൈവമക്കളാകണമെങ്കിലേ, ഈ മനുഷ്യ മക്കൾക്ക് വീണ്ടും ജനിക്കണമെങ്കിലേ, ദൈവമക്കളാകണമെങ്കിലേ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ക്രിസ്തുവിനെ കൈക്കൊള്ളണം. ക്രിസ്തുവിനെ ആരായിട്ട് കൈക്കൊള്ളണം? പറ. ഇത്രയും നേരം നമ്മൾ പഠിക്കുമായിരുന്നു. ദൈവപുത്രനായി കൈക്കൊള്ളണം. മനസ്സിലായോ? ഈ യേശു ദൈവപുത്രനായി കൈക്കൊള്ളണം. കണ്ടൻ എങ്ങനെ കൈക്കൊണ്ട് വീണ്ടും ജനിച്ച്? ഹല്ലേലൂയ. യേശു ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇനി അത് മാത്രം പോരാ, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഏതാണ് അവന്റെ നാമം? അവൻ ആരുടെ നാമത്തിലാ വന്നേക്കണേ? പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ. ഇതാ യേശു പറയുന്നേ, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? അപ്പൊ എന്റെ നാമം എന്താ? എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ വന്നേക്കണേ. അതിന്റെ അർത്ഥം പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്നെ ദൈവത്തിനായിട്ട് സ്വീകരിച്ചാൽ നിന്റെ ഉള്ളിൽ വീണ്ടും ജന്മം നടക്കും. ഇനി നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയോ, എല്ലായിടത്തും യേശു പറയുന്നുണ്ട് പിതാവോട്, പിതാവേ ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് ഇവർ വിശ്വസിച്ചു. ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് ഇവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. യേശു പറയാണ്, പിതാവ് വിശുദ്ധീകരിച്ച് അയച്ച് എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അതൊക്കെ അവർ അടുത്ത പ്രാവശ്യം ചിന്തിക്കും. പിതാവിന്റെ നാമത്തിൽ. അപ്പൊ പിതാവിനെ വിശ്വസിക്കണം. പിതാവ് അയച്ചിട്ടാണ് ഈ പുത്രനെ ഭൂമിയിലേക്ക് വന്നതെന്നും ഈ പുത്രനെ ഞാൻ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുമ്പോൾ ഇതാ പിതാവ് തന്ന ജീവൻ ഈ ക്രിസ്തുവിലൂടെ എന്റെ ഉള്ളിലേക്ക് വരുന്നുവെന്നും ചിന്ത ഉണ്ടാകും. ഇത് മനസ്സിലാക്കണം. ഇതാണ് പിതാവ് പറയുന്ന സാക്ഷ്യം. കേട്ടിട്ടില്ലേ? മനുഷ്യർ സാക്ഷ്യം പറയുന്നു. പിതാവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ നൽകിയിട്ടുണ്ട്. അല്ലാണ്ട് ക്രിസ്തു അല്ല നിത്യജീവനെ തന്നെ. ആ നിത്യജീവൻ എവിടെയുണ്ട്? എന്റെ പുത്രനായ ക്രിസ്തുവിനുണ്ട്. അപ്പൊ ക്രിസ്തു മുഖാന്തരാ വരുന്നത്. പുത്രനുണ്ടോ നിനക്ക് നിത്യജീവനുണ്ട്. പുത്രനില്ലയോ നിനക്ക് ജീവനില്ല. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യജീവനെ തരും. കാരണഭൂതൻ മുഖാന്തരമായ ക്രിസ്തുവിലൂടെ നമുക്ക് ജീവൻ തരുന്നു. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്. ആ നിത്യജീവൻ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും ഷാജിയും തുഷാരയും സാജുവും അറിഞ്ഞ അവർക്ക് നിത്യജീവൻ. അല്ലാണ്ട് ഓരോ അറിവല്ല നിത്യജീവൻ. കാരണഭൂതൻ മുഖാന്തരത്തിലൂടെ നമുക്ക് നിത്യജീവൻ തരികയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി പ്രവർത്തിക്കും. അടുത്ത സന്ദേശത്തിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇതിൻ്റെതായ വീണ്ടും ജനനം, നമുക്ക് സയന്റിഫിക് കാര്യങ്ങൾ മനസ്സിലാക്കി കുറെ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചതിക്കപ്പെടരുത്. ആന്റിക്രൈസ്റ്റിന്റെ രാജവാഴ്ച സഭകളിൽ നടക്കുകയാണ്. ദൈവദാസനെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിശുദ്ധ ബൈബിളിലെ വചനമാണ് നോക്കേണ്ടത്.
നമുക്ക് നിത്യജീവൻ തന്നതും പിതാവാണ്. തന്നത് ആരിലൂടെയാണ്? പുത്രനിലൂടെയാണ്. അതുകൊണ്ടാണ് പിതാവ് വിളിച്ചു പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ഞാൻ ഇവന്റെ കയ്യിൽ ജീവൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട നിത്യജീവനുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, ഇവൻ ഞാൻ അയച്ചിട്ടാണ് വന്നതെന്നും ഇവന്റെ കയ്യിൽ നിത്യജീവൻ ഉണ്ട് എന്നും മനസ്സിലാക്കി നിങ്ങൾ ഇവനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവനുണ്ട്. ഇതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ നിമിത്തം ജീവിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ തിന്നാൽ, എന്നെ ധരിച്ചാൽ നിങ്ങൾ ഞാൻ മൂലം ജീവിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, തകർക്കപ്പെടരുത്. ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കുക, ഞാൻ വീണ്ടും ജനിച്ചതാണോ, അതോ ഈ ആന്റിക്രൈസ്റ്റിന്റെ രാജവാഴ്ചയിൽ എന്റെ ജീവിതത്തിൽ അവസാനം ക്രിസ്തു ഞാൻ ഒരു നാൾ നിന്നെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. ഞാൻ അവസാനം സുവിശേഷീകരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലും. പക്ഷേ ക്രിസ്തു എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് അപ്പോഴായിരിക്കും എനിക്ക് തിരിച്ചറിവുണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, ആന്റിക്രൈസ്റ്റ് രാജവാഴ്ച നമ്മൾ വീണു പോകരുത്. ശിശുവെ കൊല്ലുക എന്നുള്ളതാണ് അവന്റെ പരമപ്രധാനമായ ഒരു സംഭവം. അവൻ അത് ചെയ്താൽ പിന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നിഴലായ മോശയുടെ ജനനത്തിങ്കൽ ഫറവോ ശിശുക്കളെ കൊന്നു. സാക്ഷാത് ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഹെറോദ് ആൺകുട്ടികളെ കൊന്നു. ഇതാ ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 12 ഇതാ സഭയിൽ നിന്ന് ആ ആൺകുട്ടി ജനിക്കുന്നതിന് തടസ്സമായി 7 തലയുള്ള സർപ്പം ആ കുട്ടിയെ കൊല്ലുവാൻ, വിഴുങ്ങുവാൻ കാത്തു നിൽക്കുന്നു. അവന്റെ വായിൽ ഞാനും നിങ്ങളും പെടരുത്. സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുകയാണ്, അതിൽ വീഴാതിരിക്കുക. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയം കേൾക്കാം. ദൈവം ഇന്ന് ട്യൂൺ ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ക്രിസ്തു മുഖാന്തരം അങ്ങ് ഞങ്ങളിൽ ചെയ്യുന്ന വലിയ പദ്ധതികൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത് തിരിച്ചറിയാൻ കഴിയാതെ പിശാചിന്റെ ചതിയിൽപ്പെട്ട്, പിശാചിന്റെ രാജവാഴ്ചയിൽപ്പെട്ട് ആ സർപ്പം കുട്ടിയെ തിന്നുകളയാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അതിൽ വീണുപെട്ടുപോയി. വീണ്ടും ജനന എങ്ങനെയെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. യേശു എന്ന തച്ചന്റെ മകനെ വെറും തച്ചനായ ഒരു മനുഷ്യനായി കാണാതെ അവൻ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കുമ്പോൾ ഒരുവൻ വീണ്ടും ജനിക്കുന്നു എന്ന് നിങ്ങളെ പഠിപ്പിച്ചു. യേശുവിനെ മനുഷ്യനായല്ല, യേശുവിനെ അത്യുന്നതനായ ദൈവമായുമല്ല, യേശുവിനെ ദൈവത്തിന്റെ പുത്രനായി സ്വീകരിക്കണമെന്ന് അത് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദിയോടെ. ഞങ്ങളുടെ അകത്ത് വീണ്ടും ജനനം നടക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും പിശാച് പല ബഹളങ്ങളും ഉണ്ടാക്കുന്നു. അതിലൊന്നും ഞങ്ങൾ വീണുപോകാതെ, സാത്താന്റെ ആ വായ്ക്കുള്ളിൽ ഞങ്ങൾ വീണുപോകാതെ ജയം പ്രാപിപ്പാൻ ബൈബിളിലെ വിശുദ്ധ വചനങ്ങൾ അതേ രീതിയിൽ തന്നെ വിശ്വസിപ്പാൻ അത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവെ അനുഗമിച്ച് ഞങ്ങളുടെ വളർച്ചയുടെ പൂർണ്ണതയിലെത്തുവാനും ക്രിസ്തുവിന്റെ തലയോളം വളരുവാനും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി ദൈവമക്കളായി ഒരു കുടുംബമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ മക്കളുടേതായ എല്ലാ വിഷയങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങനെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒരു കൂട്ടായിരിക്കണമേ. അവരുടേതായ ജീവിതത്തിലെ ആവശ്യങ്ങളുടെ മേൽ കൂട്ടാകണമേ. അവരെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ മേൽ കൂട്ടാകണം. അവരെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും മക്കളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകണമേ. അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ രോഗികളായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ, ഏതെങ്കിലും പാപപ്രവൃത്തികൾ കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകുവാൻ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്: ദൈവം നമ്മുടെ സകലാകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ചിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം യേശു ക്രിസ്തുവിന്റെ അടിപ്പെടാൻ ദൈവം ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങൾ വാഴട്ടെ. ആ രോഗങ്ങൾ, രോഗാത്മാവ് വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം നിങ്ങൾ കാണപ്പെടുവാനായിട്ട് സർവ്വമേഖലയിലും നിങ്ങളുടെ അനുഗ്രഹമാകട്ടെ.
ദൈവം നിങ്ങളെ സന്തോഷിക്കാൻ ഇടയാകട്ടെ. ഇതിനെല്ലാം മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുന്ന ഈ ഗോസ്ബൽ TV ചാനലിന് കർത്താവെ ഇതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ദാസനെയും ദാസിയെയും ഒന്നും ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. എല്ലാവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുകയും അങ്ങയുടെ വഴിയിൽ നടക്കപ്പെടുന്നവരായി ലക്ഷ്യത്തിലെത്തുന്നവരായി തീർന്ന് സഹായിക്കുന്നത് പ്രാർത്ഥന. അവരെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കുന്നത്. സർവ്വമഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ട്യൂൺ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ശുശ്രൂഷ പരസ്പരം കാണാം. ഗോസ്ബൽ ടിവിയോട് നന്ദി അറിയിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഹോദരി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ഇത്രത്തോളം സമയം ഈ ചാനലിനോടൊപ്പം വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ദൈവവചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദേവദാസനെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you very much. Okay. Lord, I love you. Thank you, Jesus.